അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി വെയിറ്റിംഗ് ഇല്ല. ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഈ പ്രോഗ്രാമിലേക്ക് വരാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൊണ്ടുവരാനുണ്ടെങ്കിൽ കൊണ്ടുവരും. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. താങ്ക് യു. എന്തിനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? എന്തിനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? എന്തിനാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വൈ ഇൻ ഇന്ത്യ? എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, സ്വാധീന ശക്തിയുണ്ട്? അടുത്തത്, വൈ വിത്ത് മോഡി കെയർ? എന്തുകൊണ്ട് ഇന്ത്യയിൽ മറ്റു കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ട് മോഡി കെയർ? ഈ മൂന്ന് ചോദ്യമാണ്. ഇതൊരു മൂന്ന് ചോദ്യങ്ങളാണ്. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമുള്ള ഒരു വ്യക്തിയും മോഡി കെയറിൽ നിന്ന് വിട്ടുപോകില്ല. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമുള്ള ഒരു വ്യക്തിയും മോഡി കെയർ വിട്ടുപോകില്ല. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും നമുക്ക് നമ്മുടെ പ്രോസ്പെക്റ്റിന് ഉത്തരം കൊടുക്കാൻ സാധിച്ചാൽ, അവർ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നില്ല, പക്ഷെ അതിനുള്ള ആൻസർ നമ്മുടെ സംസാരങ്ങളിലൂടെ വരാൻ സംഭവിച്ചാൽ, വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസ്പെക്റ്റ് നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാതിരിക്കില്ല. മൂന്ന് ചോദ്യം. ഈ മൂന്ന് ചോദ്യത്തിനും ഉത്തരം നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിച്ചു നോക്കൂ. സ്വയം നിങ്ങളോട് ചോദിച്ചു നോക്കൂ, എനിക്ക് ഈ മൂന്ന് ചോദ്യത്തിനുള്ള ഉത്തരം അറിയുമെന്ന്. എനിക്ക് ഈ മൂന്ന് ചോദ്യത്തിനുള്ള ഉത്തരം അറിയുമെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ എഴുതാൻ പോകണം, എഴുതിയെടുക്കണം. ഇത് വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല. കാരണം ഇത് എല്ലാ സമയത്തും എപ്പോഴും കിട്ടുന്ന ഒരു പ്രോഗ്രാം അല്ല. നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കയ്യിലേക്ക് ഈ ഒരു സാധനം ഇങ്ങനെ തന്നെ കിട്ടണം. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എഴുതിക്കോളൂ, നിങ്ങൾ ഹെഡിങ് എഴുതിക്കോളൂ, വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തിന്, എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഞാൻ ഈ കാലഘട്ടത്തിൽ ചെയ്യണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത്. ഒരുപാട് നമുക്ക് പറയാനുണ്ട്, ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള സംഭവമാണ്. ഈ മൂന്ന് സബ്ജക്റ്റുകളിലൂടെയും ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണം. അതുകൊണ്ട് ഒരുപാട് സമയം ആവശ്യമുണ്ട്. നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കണം. വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾ എഴുതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങൾ എഴുതാതെ ഇത് കേട്ടാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം കൊണ്ട് എനിക്ക് കിട്ടി എന്നൊക്കെ തോന്നും. ഓക്കെയാണ്, ഇന്നത്തെ പ്രോഗ്രാം സൂപ്പർ ആയിരുന്നു, പ്രോഗ്രാമിൽ ഒരുപാട് കാര്യം മനസ്സിലായി. ഒരാഴ്ച കഴിഞ്ഞാൽ എന്തിനാ മോഡി കെയർ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തിനാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല, ഒരു തനി പോലും ഉണ്ടാവില്ല. കാരണം അതിന് ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണോ? ഇന്നത്തെ ഒരു മണിക്കൂർ നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു പിന്നെന്താ പറയാ, നിങ്ങൾക്കൊരു റിസൾട്ട് വേണോ, ഒരു ലോങ് ടേം റിസൾട്ട് വേണോ, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ലോങ് ടേം റിസൾട്ട് വേണോ, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹെഡിങ് എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മനസ്സിലാക്കി. ഇതിന് ഞാൻ ഓരോരോ പോയിന്റ് ഔട്ടാണ് ചെയ്യുന്നത്, ഓരോരോ പോയിന്റ്. അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്യുക. ഒന്നാമത്തെ കാര്യമാണ് ലിവറേജ്. ലിവറേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വ്യക്തി നമ്മൾ നോക്കും, നമ്മൾ ഒരു ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാവരും, പക്ഷേ ഇന്ന് ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്നവരും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന സമൂഹത്തിലെ ഒരു 95% ആളുകളും ഒരു ലിവറേജ് ഇല്ലാതെ അവനവൻ പോവുക, അവനവൻ ജോലി ചെയ്യുക, അവനവൻ പണിയെടുക്കുക, അതിന്റെ വരുമാനം വാങ്ങുക. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയുടെ റിസൾട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ റിസൾട്ട്, ഒരു ടീമിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്ത സൗണ്ട് ഉണ്ടാക്കരുത് പ്ലീസ്. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കൂട്ടായ്മയുടെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അവിടെയാണ് ഇവിടെ ഒരു ലിവറേജ്, ഒരു ടീം വർക്കാണ് നമുക്ക് ഇവിടെ റിസൾട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടീം വർക്കിലൂടെ ഒരു പറ്റം ആളുകളുടെ എഫേർട്ടിലൂടെ ഒരു പറ്റം ആളുകൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കേണ്ടത്, ഇതെനിക്ക് എന്റെ ആ ജോലി കിട്ടുന്നുണ്ടോ, എന്റെ ഭർത്താവിന്റെ ഈ ജോലി കിട്ടുന്നുണ്ടോ, എന്റെ മോന്റെ ഈ ജോലി കിട്ടുന്നുണ്ടോ, എന്റെ ബാപ്പാന്റെ ഈ ജോലി കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ സാധനം കാണാൻ കഴിയും. 2, പാസീവ് ഇൻകം. നമ്മൾ എല്ലായിടത്തും കേട്ട കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ എഴുതണം 2, പാസീവ് ഇൻകം. കാരണം ഞാൻ ഇന്ന് ജോലി നിർത്തിയാൽ എനിക്ക് വരുമാനം വരും. ഇന്ന് മീൻസ് ജോലി, നമ്മൾ ഈ ബിസിനസ്സിലേക്കാണ്ട് കയറി നാളെ തന്നെ
ബിസിനസ് നിർത്തിയാൽ വരുമാനം വരും എന്നുള്ളതല്ല. നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ഒരു ടീം ഉണ്ടാക്കി നമ്മൾ 1, 2, 3 വർഷങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് നാളെ നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സമയത്തും നമുക്ക് വരുമാനം കൊണ്ടുതരുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതുകൊണ്ട് ഞാൻ മോഡിഫൈ ചെയ്യണം. ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലി നിർത്തിയാൽ എനിക്ക് നാളെ വരുമാനം ഉണ്ടാവുമോ? ഒരു 10 ദിവസത്തിന് ഞാൻ ലീവ് എടുത്താൽ എനിക്ക് വരുമാനം ഉണ്ടാവുമോ? ഇല്ല. എന്നാൽ ഇവിടെ അത് കിട്ടും. അതുകൊണ്ട് 2 നിങ്ങൾ എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞു. മൂന്നാമത്തതാണ് ഫ്രീഡം ഓഫ് ടെറിട്ടറി. അതായത് ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലം നമുക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾക്ക് ഇത് നാളെ നോക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ എഴുതണം. പ്രത്യേകിച്ച് ഒരു സ്ഥലം, പ്രത്യേകിച്ച് ഒരു സ്പേസ് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. എവിടെ നിന്നാലും ഓടിക്കറാം, അല്ലെങ്കിൽ എവിടെ നിന്നാലും നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. എവിടേക്ക് പോയാലും, കല്യാണത്തിന് പോയാലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാം, മുടികളച്ചിന് പോയാലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാം, ഇന്ന് ബന്ധാണെങ്കിലും നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാം, നാളെ ഹർത്താലാണെങ്കിലും നമുക്ക് ചെയ്യാം, പെരുന്നാളാണെങ്കിലും ചെയ്യാം, പിന്നെ ഓണാണെങ്കിലും ചെയ്യാം. നമ്മൾ ഇന്ന് പിന്നെ മക്കത്തേക്ക് നീ ഉംറക്ക് പോവാണ്, അപ്പോഴും പോകാം. എങ്ങനെ എപ്പോ എവിടേക്ക് നമ്മൾ നാളെ നീ കൊടൈക്കനാലിലേക്ക് പോകണമെങ്കിലും അവിടെയും നമുക്ക് ബിസിനസ് ആക്കി മാറ്റാം. ഊട്ടിയിലേക്ക് പോകണമെങ്കിൽ അതും ചെയ്യാം. ഒന്നിനും നമുക്ക് എന്തില്ല, ഒരു പ്രത്യേകിച്ച് ഇന്ന സ്ഥലം തന്നെ വേണം എന്നില്ല. എന്നാൽ വേറെ ഏതൊരു ജോലി നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്തും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനം, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്തൊക്കെ ഇവിടെ നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും. നിങ്ങൾ എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്ന ഈ പോയിന്റുകളിലൂടെ നിങ്ങൾ ഇന്ന് പോയാൽ നാളെയോ മൂന്നാമത്തത് ഫ്രീഡം ഓഫ് ടെറിട്ടറി എന്നാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ല, പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഈ ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇന്നോടത്ത് ഇരുന്നിട്ട് തീരാൻ പാടില്ല, മരാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ പാടുള്ളൂ, ഇങ്ങനൊന്നുമില്ല. നമ്മളെ വീടോ, നമ്മളെ കുടിയിരിക്കലിന് പോയ സ്ഥലമോ, അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിലോ, സ്കൂളിലൊരു മീറ്റിങ്ങിനാണെങ്കിൽ അവിടെ, എവിടെ പോയാലും അവിടെ. ഇപ്പൊ ഞാൻ സൗദിയിലുള്ളത്, ഇവിടെ നിന്നിട്ട് ഞാൻ മോഡിഫൈ ചെയ്യും, ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യും. ഇനി നാട്ടിൽ വന്നാൽ അവിടെ നിന്നിട്ട് ഞാൻ ചെയ്യും. ഞാൻ അതിൻ്റെ ഇടയിൽ കൊടൈക്കനാൽ ട്രിപ്പ് പോയാൽ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരാളെ കണ്ടെങ്കിൽ അപ്പോഴും ഞാൻ ഇത് ചെയ്യും. ഇനി അതല്ല, എനിക്ക് 2 ദിവസം ഒന്ന് ലീവ് എടുക്കാം, എന്റെ ഇഷ്ടം. അപ്പൊ എനിക്ക് തോന്നിയ സ്ഥലത്ത് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഇത് നമുക്ക് വേറെ ഏതെങ്കിലും മേഖലയിൽ നമുക്ക് പോസിബിൾ ആണോ? ഇല്ല, പോസിബിൾ. അതുകൊണ്ട് വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല ഏറ്റെടുക്കണം എന്നുള്ളതിന്റെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നാലാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് ടൈം. സമയം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് രാവിലെ കുറച്ചു നേരം നമ്മൾ എണീറ്റു, ഭക്ഷണമൊക്കെ കഴിച്ചു, നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് കുറച്ചു നേരം ഉറങ്ങണം. ഉറങ്ങിക്കോളി. നിങ്ങളോട് ആരെയും ചോദിക്കാൻ വരുമോ? ഇല്ല. അപ്പൊ ഉറങ്ങി കഴിച്ച് 10 മണിക്ക് എണീറ്റപ്പോ തോന്നാണ് കുറച്ചു നേരം ഇനി മോഡിഫിക്കേഷന് വേണ്ടി കുറച്ചു നേരം ഇരിക്കട്ടെ, ചെയ്തോളി. ഇന്ന് രാത്രി 10 മണി വരെ ഫുൾ ബിസിയാണ്, എന്നാൽ ഒരു 10 മണിക്ക് ശേഷം 11 മണി വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ചെയ്തോളി. ഇന്ന സമയത്തെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഫ്രീഡം ഓഫ് ടൈം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് എപ്പോൾ പോസിബിൾ ആകും ആ സമയം. ഇത് നമുക്ക് വേറെ ഏത് ജോലിയിലാണ് കിട്ടുക, ഏത് ബിസിനസ്സിലാണ് കിട്ടുക? നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഞാനിത് പറയുന്നതിന്റെ കൂടെ, നിങ്ങളിത് നോട്ട് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ ചിന്തിക്കണം, വൈ ഐ ആം ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഞാൻ എന്തിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണം? ഞാൻ എന്തിനാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിൽക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം എത്ര ആളുണ്ട്? 46 ആൾക്കാരുണ്ട്. ഒരു 10-15 ആളുകൾ ചെയ്യുന്നുണ്ടാവും, ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നുണ്ടാവില്ല. ചെയ്യാത്ത ആളുകൾ ഇപ്പൊ കേൾക്കുമ്പോൾ ശരിയാണല്ലോ, അടിപൊളിയാണല്ലോ, ഓക്കെ ആണല്ലോ എന്നൊക്കെ തോന്നും. ഇതാണ്ട് കഴിഞ്ഞുകൊണ്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, എന്തിനാ നെറ്റ്വർക്ക് മാർക്കറ്റ്? ഒരു കൊടുത്തും കിട്ടൂല, ഒരു ഐഡിയയും കിട്ടൂല. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ നിങ്ങൾ എഴുതിക്കൊള്ളും. നിങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകണം, വിജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാതെ പോകരുത്. കാരണം ഒരുപാട് സാധനങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് എഴുതാനുണ്ട്. സാധിക്കുന്ന ആളുകൾക്കൊന്ന് വീഡിയോ ഓൺ ചെയ്ത് സഹകരിക്കുക. കാരണം ഇവിടെ വീഡിയോ ഓൺ ചെയ്തവർ എന്ത് വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണുന്നു. എനിക്കും തന്നെ ഭയങ്കര ഒരു ആവേശം. യെസ്, ഞാൻ പറയുന്നത് കേൾക്കാനും ചെയ്യാനും എഴുതാനൊക്കെ ഒരു ടീം ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ താങ്ക് യു. പറഞ്ഞു വരുന്നത്, നമ്മൾ എന്താ പറഞ്ഞത്? ഫ്രീഡം ഓഫ് ടൈം നമ്മൾ പറഞ്ഞു. ഇനി 5ാമത്തതാണ് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്.
അതായത് പ്രായഭേദമില്ല. പ്രായം എന്ന് പറഞ്ഞ സാധനം ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആർക്കും ചെയ്യാം. പ്രായത്തിനൊരു പ്രസക്തി ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അല്ലാതെ വേറെ ഒരു മേഖലയിൽ ഈ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ചില മേഖലയിൽ നിൽക്കാൻ പറ്റൂല. നമ്മളെ പിരിച്ചുവിടും. 45 വയസ്സ് കഴിഞ്ഞാൽ പിരിച്ചുവിടും. 60 വയസ്സ് കഴിഞ്ഞാൽ പിരിച്ചുവിടും. ഇവിടെ 20, 30, 40, 50, 60, 70, 80, 90, 100 എത്ര വയസ്സായാലും ശരി, ഇത് നിങ്ങളുടെ ബിസിനസ്സാണ്. ഇവിടെ ഒരാളും നിങ്ങളെ പിരിച്ചുവിടാനില്ല. ഇവിടെ ഒരാളും നിങ്ങളോട് ചോദ്യം ചോദിക്കാനുമില്ല. ഓക്കെ, അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ കയറണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു അവസരത്തെ നമ്മൾ ഏറ്റെടുക്കണം. അടുത്തതാണ് നോ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ എല്ലായിടത്തും കേട്ടതാണ്, എല്ലാവരും എപ്പോഴും കേൾക്കുന്നതാണ്. നിങ്ങൾ നോട്ട് ചെയ്യുക, നോ ഇൻവെസ്റ്റ്മെന്റ്. നമുക്കിവിടെ ഒരു തരത്തിലുള്ള ഒരു രൂപ പോലും നമ്മൾ കൊടുക്കാതെയാണ് ഈ അവസരത്തിലേക്ക് വന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുന്ന ഒരു കൂട്ടായ്മയെ ഉണ്ടാക്കുന്നു. ഞാൻ സാന്ദർഭികമായിട്ട് ഒരു കാര്യം പറയട്ടെ. സാന്ദർഭികമായിട്ട് ചില ആളുകളോട് ബിസിനസ് സ്വകാര്യമാണ്, എന്നാൽ എന്താ പറയുക, സ്വകാര്യമല്ല. ചില ആളുകളോട് ബിസിനസ് പറയുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ്, സാറേ സാമ്പത്തികം വളരെ മോശമാണ്, ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, അതുകൊണ്ട് സാധനം വാങ്ങാനൊന്നും കഴിയൂല, അല്ലെങ്കിൽ 50 PV 100 PV. സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ 50 PV ചെയ്യുന്നതിലൂടെ ഈ പ്രൊഡക്റ്റ് പർച്ചേസ്, നമ്മൾ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്, തിരിഞ്ഞു നോക്കുമ്പോൾ മുഴുവൻ പ്രശ്നമാണ്. പക്ഷെ ഇവിടെ ഒരു 50 PV അല്ലെങ്കിൽ മോഡിക്കേന്റെ ഉൽപ്പന്നം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ഈ പ്രൊഡക്റ്റ് 3 4 ആളുകൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, രക്ഷപ്പെടണമെന്ന് തീക്ഷ്ണമായ ആഗ്രഹമുണ്ടെങ്കിൽ, എത്ര കാലമായി പൈസ ഇല്ല, സാമ്പത്തിക പ്രതിസന്ധി, ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇങ്ങനെ ചിന്തിക്കുന്ന, ഇങ്ങനെ പറയുന്ന ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഞാൻ എത്ര കാലമായി ഇങ്ങനെ പോണത്, ഇനി എത്ര കാലം കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്നൊരു അറുതി ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരു 50 PV പർച്ചേസ് ചെയ്ത് ഒരു 3 4 കസ്റ്റമറെ കണ്ടെത്തിയിട്ടാണെങ്കിലും ഒരു ലോയൽ കസ്റ്റമർ ആയിട്ട് നിലനിൽക്കുന്നതിലൂടെ എനിക്കും എൻ്റെ മക്കൾക്കും നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും അത് ഉപയോഗിക്കുന്ന ഒരു കൂട്ടായ്മയെ ഉണ്ടാക്കാൻ ഈ പ്രൊഡക്റ്റ് 4 ആളുകൾക്ക് കൊടുക്കുന്നതിലൂടെ സാധിക്കുകയും ചെയ്താൽ എൻ്റെ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാവാനൊരു അവസരമില്ലേ? അതിനുള്ളൊരു അവസരം ഇവിടെ ഇല്ലേ എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചിന്തിക്കുന്നത് സാധനം വാങ്ങണ്ടേ, സാധനം വാങ്ങണ്ടേ, സാധനം വാങ്ങണ്ടേ, പൈസ പൈസ സാധനം വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ, ഞാൻ പറയുന്നത് ഇൻ കേസ് നിങ്ങളൊരു സാധനം അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുമല്ലോ, അവര് ചിന്തിക്കേണ്ടത് എങ്ങനെങ്കിലും ഒന്ന് ഒപ്പിച്ചിട്ട് ആ പ്രൊഡക്റ്റ് ഒരു മാസ സമയം നിങ്ങൾ ചിന്തിക്കും. ഒരു മാസം 30 ദിവസ സമയം നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളും കയ്യിൽ കിട്ടിയിട്ട് എത്രയോ ആളുകൾ ആവശ്യക്കാരായവർ നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരു 10,000-3000 രൂപയുടെ പ്രൊഡക്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ നമ്മൾ റെഡി ആവുന്നില്ല? സത്യത്തിൽ ഇത്ര മതി, ഇങ്ങനൊക്കെ മതി. ഈ പോയ ദാരിദ്ര്യം ഇനിയും പോവാൻ തീരുമാനിച്ചിട്ടല്ലേ? ആലോചിച്ച് നോക്കണം, ശരിക്കും ചിന്തിച്ചു നോക്കണം. ഇവിടെയാണ് ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇങ്ങനെ പറയുന്ന കുറെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇവർ ഇനിയും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ, ഞാൻ പറയുന്നത് എത്ര കാലമായി ഈ വണ്ടി ഉന്തിക്കൊണ്ടിരിക്കുന്നു, ഇനി എത്ര കാലം ഉന്തേണ്ടി വരും ഈ കോലത്തിലും ചിന്തിക്കാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ പറയുന്നത് വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, എന്തുകൊണ്ട് ഈ മേഖല നമ്മൾ ഇവിടെ പിടിച്ചു നിൽക്കണം, നമ്മളിവിടെ ചെയ്യണം, അതിനുള്ള കാരണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നോ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എഴുതി. അടുത്തതാണ് നോ ക്വാളിഫിക്കേഷൻ. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സംഭവങ്ങളാണ്, എങ്കിലും നിങ്ങൾ എഴുതിക്കോളൂ. ക്വാളിഫിക്കേഷൻ, ഇവിടെ നിങ്ങൾ 1ാം ക്ലാസ്സിൽ പാസ്സായോ, 4ാം ക്ലാസ് പാസ്സായോ, ഒരു SSLC ആണോ, നിങ്ങൾ ഡിഗ്രി ആണോ, PG ആണോ, ഇതൊന്നും ചോദ്യമില്ല. അതിനൊന്നും ഇവിടെ പ്രസക്തില്ല. ഇവിടെ ആ സംഭവമില്ല. പക്ഷെ നമ്മൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അവിടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തി ഇല്ല. അതുകൊണ്ട് തന്നെ വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ചോദ്യത്തിന് പ്രസക്തിയാണ്. ഞാൻ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടുന്നുണ്ട്. എന്റെ വോയിസ് ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ കാണിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മിനിറ്റ് ചാർജ് ചെയ്താട്ടോ.
യെസ്. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ് നമ്മൾ ഏഴ് പോയിന്റ് നിങ്ങൾ ഏഴും അങ്ങനെ തന്നെ എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എട്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കിങ് സൈസ് ഗ്രോത്ത്. കിങ് സൈസ് ഗ്രോത്ത്, ഒരു രാജകീയമായ ഒരു വളർച്ചയിലേക്കുള്ള അവസരം. അതായത് ഞാൻ ആദ്യം ഈ വിഷയം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി, നിങ്ങളതായിട്ടുള്ള ഐഡിയ എഴുതിയാൽ മതി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്കൊരു രാജകീയ റെക്കഗ്നൈസേഷൻ നമുക്ക് എവിടെന്നെങ്കിലും ലഭിക്കുമോ? ഒരു ഒരു അംഗീകാരം, ഒരുപാട് ആളുകൾ നോക്കി നിൽക്കുന്ന വേദിയിൽ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് നമുക്കൊരു അംഗീകാരം, നമുക്കൊരു മൊമെന്റോ, നമുക്കൊരു യെസ്, ഒരു ബ്രാൻഡ് ന്യൂ ഡയറക്ടർ, അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് പോയ ബ്രാൻഡ് ന്യൂ സീനിയർ ഡയറക്ടർ, അവിടുന്ന് അങ്ങോട്ട് പോയ ബ്രാൻഡ് ന്യൂ SCD, അവിടുന്ന് അങ്ങോട്ട് പോയ വീണ്ടും ബ്രാൻഡ് ന്യൂ പ്ലാറ്റിനം. ഇങ്ങനെ നമ്മൾ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്കൊരു അംഗീകാരം തരാൻ ആര് തരും? എവിടുന്ന് കിട്ടും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എത്ര കൊല്ലായി ഇപ്പൊ നമ്മളെ ജീവിതം തുടങ്ങിയിട്ട്? ആലോചിച്ച് നോക്കൂ, എത്ര കൊല്ലായി ജീവിതം തുടങ്ങിയിട്ട്? ഇത്ര കാലമായിട്ട് കിട്ടിയോ? ഇനി എത്ര കാലം ഈ പോക്ക് പോയാൽ കിട്ടും? എന്നാൽ നിങ്ങളെ കാത്ത് ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ, കണ്ട് ആസ്വദിക്കണമെങ്കിൽ ഈ മാസം 14-ാം തീയതി തൃശ്ശൂർ പോയി നോക്കി. കണ്ണ് നിറയെ കാണാൻ പറ്റും. കണ്ണ് മഞ്ഞളിക്കാതെ നിങ്ങൾ അവിടുന്ന് പോരൂല. ഒരു തീരുമാനം എടുക്കാതെ നിങ്ങൾ അവിടുന്ന് പോരൂല. ഷാറഹ്മാൻ ആദ്യമൊക്കെ പോയിനായിരിക്കൂലേ അവിടെ? ഓഫ് കോഴ്സ്. അത് ശരി. നിങ്ങൾ ഞാൻ പോയിട്ടില്ല ചേച്ചിക്ക്. ഹലോ, പോയോ? ഞാൻ പോയിരുന്നു, ഞാൻ നേടിയിട്ടുണ്ട്. 50K എബോ 50,000-ന്റെ മുകളിൽ വരുമാനം വാങ്ങിയവരുടെ എന്നെ വേദിയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്, ആനയിച്ചിട്ടുണ്ട്. മാത്രമല്ല ശ്രീലങ്ക ട്രിപ്പ് അച്ചീവേഴ്സിനെ വിളിച്ചപ്പോൾ അതിലും എനിക്ക് കയറാൻ സാധിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം കഴിഞ്ഞ ലീഡേഴ്സ് സമ്മിറ്റിൽ ഞാൻ കയറിയത്. നിങ്ങളിതൊന്നും കാണില്ലല്ലോ. നമ്മൾ മോഡിക്കാർക്ക് കേറിയിരിക്കണ് എവിടെ? ഇതൊന്നും നോക്കാനോ കാണാനോ കേൾക്കാനോ നമുക്ക് സമയമില്ല. ഇതൊക്കെ ചെയ്തതിന്റെ എല്ലാ വീഡിയോയും പോസ്റ്ററുകളും ഒക്കെ നമ്മളെ ഗ്രൂപ്പിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും കാണുമോ? ഇല്ല. നമ്മൾ ഇപ്പോഴും കെടുക്കുകയാണ്. കണ്ടില്ലേ? കെടുന്ന് കാണരുത്. അതുകൊണ്ടാണ് ഇതൊക്കെ കാണാത്തത്. അതായത് ഞാനത് എന്താ അറിയോ, കെടുന്ന് കാണരുത്. കെടുന്ന് കണ്ടാൽ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം തന്നെ നമ്മൾ കെടുന്നിട്ടാ കാണുന്നത്. കാരണം എന്താ? ഇവിടെ ആലോചിക്കണ നിങ്ങള് എനിക്കും സത്യം പറഞ്ഞാൽ കെടുന്ന് കണ്ട് പറയാനപ്പോ താല്പര്യമുള്ളൂ പറഞ്ഞാല്. നിങ്ങൾക്കും കെടുന്ന് കണ്ട് ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ കെടുന്ന് കേൾക്കാനൊക്കെ താല്പര്യം. പക്ഷെ കെടുന്ന് കണ്ടാൽ നമ്മൾ വിചാരിച്ചത് കിട്ടൂല. നമുക്ക് എഴുതാൻ കഴിയോ? മലന്ന് കിടന്നാൽ നമുക്ക് എഴുതാൻ കഴിയോ? സത്യം, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. കിടന്നാൽ നമുക്ക് എഴുതാൻ കഴിയൂല. എഴുതാൻ കഴിയാഞ്ഞാലോ അപ്പൊ ചോദിക്കേണ്ടി വരും, നിങ്ങൾ പടക്കം പോയിക്കണില്ലേ? ചോദിക്കേണ്ടി വരും. കാണാൻ കഴിയൂല. ഇതൊക്കെ ആ രീതിയിൽ അതൊരു സീരിയസ്നെസ് ആണ്. നമ്മൾ എടുക്കേണ്ട ഒരു സീരിയസ്നെസ് ആണ്. നമ്മൾ സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾ പേൻ ഉണ്ടാവും, നോട്ട് ഉണ്ടാവും, എഴുതുന്നുണ്ടാവും, ഇരിക്കുന്നുണ്ടാവും. എല്ലാവർക്കും കിടന്ന് കാണാനാണ് താല്പര്യം. പക്ഷെ നമ്മളെ കയ്യിൽ പേനില്ല, നോട്ടില്ല. നമ്മൾ മലന്ന് കിടക്കുന്നു, ഒന്നും നോക്കുന്നില്ല, അറിയുന്നില്ല. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾ പടക്കം പോയിട്ടുണ്ടാവൂലേ? 100% പോയിട്ടുണ്ട്. എന്നെ പോയത് കണ്ടവരാരെങ്കിലും ഉണ്ട്? ഇവിടെ ഒരു ഹായ് പറയൂ. ഇവിടെ ഞാൻ മാത്രം പറയല്ല എന്നുള്ളത് കാണാൻ വേണ്ടി. ഹലോ, ഞാൻ ആ വേദിയിൽ കയറിയത് എനിക്ക് ഞാൻ പറയട്ടെ, ഒരു 38 വയസ്സായി. ഈ 38 വയസ്സിൽ കഴിഞ്ഞ വർഷമാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. 37 വർഷത്തിൽ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയോ? ആര് തന്നു? ഹലോ, നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കി. ഞാൻ ഇത്ര കൊല്ലമായി ഞാൻ ജീവിക്കുന്നു. എനിക്ക് ഇത്രയും ആയിരക്കണക്കിന് ആളുകളുടെ വേദിയിൽ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ ആരുണ്ടായി? വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്ത് അതിർമാൻ സാർക്ക് എന്തെങ്കിലും പറയണ്ടോ? യെസ്, പറയൂ. സാർ, എനിവേ താങ്ക് യു. ഞാൻ റംല മാഡം ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഇടപെടണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ സാർ എന്തായാലും റീപ്ലൈ കൊടുത്തതിന് ശേഷം ഇടപെടാന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ റംല മാഡം ചോദിച്ചു സിയാവുൽ സാറിന് അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. സിയാവുൽ സാറിന് 100% കിട്ടിയിട്ടുണ്ട്, അസീം സാറിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അവർ കാണാത്തത്, ഒന്നാമത് ഓപ്പൺ പ്രോഗ്രാമിൽ എത്തലില്ല ആരും. പിന്നെ എവിടുന്ന് കാണാനാ?
അടുത്തത് പിന്നെ കാണല് എന്നെ പോലെ പ്രവാസികളായിരിക്കുന്ന സമയത്ത് നമ്മൾ കാണല് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുള്ള ആളുകൾ കാണല് നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് വീഡിയോസ് ആണ്. എന്റെ റബ്ബേ, ഉള്ള വീഡിയോസ് മുഴുവനും വന്നു. എന്റെ ഫോണ് ഫുള്ള് ഹാങ് ആയി. ഞാൻ അങ്ങനെ ഫോർമാറ്റ് ആക്കി സാറേ, ഒക്കെ ഡിലീറ്റ് ആക്കി സാറേ. എവിടുന്ന് കാണാനാ? പിന്നെ ഇവിടുന്ന് കാണാനാ? മോദി കെയർ ചെയ്യുന്നുണ്ട്, എന്നാലോ ഉള്ള കുശുമ്പും കുന്നായ്മയും പറഞ്ഞ എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും. അതിൽ എല്ലാ വോയിസും കേൾക്കും, എല്ലാ വീഡിയോയും കേൾക്കും, അതിന് മറുപടിയും കൊടുക്കും. എന്നാലും ആവശ്യമുള്ള ഒന്നും കാണൂല. അത് മുഴുവനും സാറേ എന്റെ ഫോണ് ഫുള്ളായി, ഒന്നും പറ്റുന്നില്ല, ഹാങ് ആയി, ഡിലീറ്റ് ആക്കി സാറേ. പിന്നെ എങ്ങനെ കാണാനാ? യെസ്. അപ്പൊ അതിന് ബാക്കി സിയാൽ സാറിന് മറുപടി തരും. അപ്പൊ അതാണ് അതിന്റെ സംഭവം. അപ്പൊ എല്ലാം നമ്മളിപ്പോ ചോദിച്ചതും എല്ലാത്തിനും അതിനുള്ള ഉത്തരങ്ങൾ മുഴുവൻ നമ്മൾ മുന്നിൽ നേരിട്ട് കണ്ടു എല്ലാവരും. അപ്പൊ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കണ്ട. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞത് നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു അംഗീകാരം നമുക്ക് നേടിയെടുക്കാൻ ഇവിടെ ലഭിക്കുന്നു, ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. വേറെ എവിടെയും കിട്ടൂല. ഒരു 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 എന്താ പറയാ, ഒരു മൈക്രോ സെലിബ്രിറ്റി ആയിട്ട് നമുക്ക് മാറാൻ കഴിയും. ഇന്ന് ജിഷാദ് ബക്കർ സാർ ആരാ? ജിതു സാർ ആരാണ്? വിജയ് സർ ആരാണ്? സുഹറ ബാനു, സുഹറ ബഷീർ, ഇവരൊക്കെ ഒരു മൈക്രോ സെലിബ്രിറ്റികളായി മാറി. ഇന്നലെ മിന്നാന്നത്തെ സൂര്യ ടി വിയുടെ ക്ഷണം പ്രകാരം തൃശ്ശൂര് ടീമിനെ മുഴുവനും ക്ഷണിച്ചിട്ടുണ്ട്. സൂര്യ ടി വി ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. മൈക്രോ സെലിബ്രിറ്റികളായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നവർ മാറുന്നു. കണ്ണുണ്ടെങ്കിൽ കാണാം. അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്വയം അനുഭവിക്കാം. ഇന്ന് അവരാണ് അനുഭവിക്കുന്നെങ്കിൽ നാളെ നമ്മൾ ഇത് അനുഭവിക്കും. നമ്മൾ തീരുമാനിക്കണം. നമ്മൾ നോ കോംപ്രമൈസ്. നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്തത് 9ാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദിസ് ഈസ് എ റിലേഷൻഷിപ്പ് ബിസിനസ്. ഇതൊരു റിലേഷൻഷിപ്പ്. ഒരു എന്താ പറയാ, എവിടുന്നെല്ലാം ഉള്ള ആളുകളുമായിട്ട് നമുക്കൊരു കണക്ഷൻ. ഇന്ന് ഈ ഒരു പ്രോഗ്രാമില് ഞാൻ മനസ്സിലാക്കുന്ന 51 ആളുകളുണ്ടെങ്കിൽ ഈ 14 ജില്ലയിലുള്ള ആളുകളുണ്ടാവും ഏകദേശം. ഇല്ലെങ്കിൽ ഒരു 10 ജില്ലയിലുള്ള ആളുകളുണ്ടാവും. ഇവരൊക്കെ നമുക്ക് ആരെ പറയാം? ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ആകെ അറിയില്ല കുറച്ച് ബംഗാളികളെയും കുറച്ച് പാകിസ്ഥാനികളെയും കുറച്ച് യെമനികളെയും കുറച്ച് നാട്ടുകാരെയും മാത്രം. നമ്മളെ കസ്റ്റമർ ആയിട്ടുള്ള നമ്മളെ കുറച്ച് ആൾക്കാരും അതിന്റെ അപ്പുറത്ത് നമ്മളെ നാട്ടിലെ കുടുംബക്കാരും മറ്റവരും നമ്മളെ നാട്ടുകാരും. ഇതിന്റെ അപ്പുറത്തേക്ക് ഇന്ന് കാസർഗോഡുള്ള റഹ്മാൻ സർ ഇവിടെ, തിരുവനന്തപുരത്ത് നമുക്ക് ടീം, എറണാകുളം നമുക്ക് ടീം, കണ്ണൂരിൽ നമുക്ക് ടീം, കോഴിക്കോട് നമുക്ക് ടീം, അല്ലെ? നമുക്ക് ഇങ്ങനെ ഒരു ടീം ഉണ്ടാവാനും ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് അറിയാനും ഒരു നല്ല ബന്ധം, എന്ത് രസമുള്ള ബന്ധങ്ങളാണ് നമ്മൾ ആളുകളുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇത് എവിടെ നമുക്ക് പോസിബിൾ ആവുക? ഇത് നമുക്ക് എവിടെ സാധിക്കുക? അതുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം. ഒരു നല്ല വൈഡ് റേഞ്ച് ഓഫ് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, നമുക്ക് ലഭിക്കുന്നു. നിങ്ങൾ എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ്. നമുക്ക് ബി ക്വാഡ്രന്റ് ബിസിനസ്സിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ബി ക്വാഡ്രന്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ റോബോട്ട് കിയോസാക്കിയുടെ ഒരു ESBI ഉണ്ട്. റോബോട്ട് കിയോസാക്കി എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ഒരു എന്താ പറയുക, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ് ESBI. ഒരു 4 കള്ളി വരച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. E എംപ്ലോയി, പിന്നെ S സെൽഫ് എംപ്ലോയി, പിന്നെ B ബിസിനസ്, I ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെ ഒരു ESBI എന്ന് പറഞ്ഞിട്ട് 4 കോളം വരച്ചിട്ടുള്ള സംഭവം. അതിലെ ബി ക്വാഡ്രന്റ് ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ബി ക്വാഡ്രന്റ് ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതായത് ആ ബിയിൽ വരുന്ന സംഭവമാണ് ഈ ബി ക്വാഡ്രന്റ് ബിസിനസ് എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയാം? അപ്പൊ നമ്മൾ സാധാരണ നിങ്ങളെ നാട്ടുപുറത്തൊക്കെ കാണുന്ന സ്ഥാപനങ്ങളില്ലേ, അത് നമുക്കൊരു ബിസിനസ് സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, സാധാരണ സ്ഥാപനങ്ങളെ. എന്തുകൊണ്ട്? അവിടെ അയാൾ ഉണ്ടെങ്കിലേ ആ ബിസിനസ് നടക്കുള്ളൂ. അയാൾക്ക് 2 ദിവസമൊക്കെ വേണമെങ്കിൽ മാറി നിൽക്കാം, അയാളെ പണിക്കാർ കൊണ്ടുപോയിക്കോളും. പക്ഷെ 1 മാസമോ 2 മാസമോ 3 മാസം മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം പൂട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. അങ്ങനത്തെ സ്ഥാപനങ്ങളെ ഈ റോബോട്ട് കിയോസാക്കി പറഞ്ഞിട്ടുള്ള ESBIയിലെ ബി എന്ന് പറയുന്ന ക്വാഡ്രന്റിലേക്ക് പെടുത്താൻ പറ്റൂല. എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ പെട്ട ഒരു സിസ്റ്റമാണ്. ഈ ബി ക്വാഡ്രന്റ് ബിസിനസ്സിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ റോബോട്ട് കിയോസാക്കിയുടെ ബി ക്വാഡ്രന്റ് എന്ന് പറയുന്ന ആ ഒരു ബി ക്വാഡ്രന്റ് ബിസിനസ്സിൽ പെട്ടുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നു.
ഇതൊരു ചെറിയ അല്ല, ഇത് വലിയ ഒരു വളരെ ലെങ്ത് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. എനിവേ, ഇനി നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 11ാമത്തെ കാര്യം, 10 കാര്യം നമ്മൾ പറഞ്ഞു. അൾട്രാ റിച്ച് ആവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അൾട്രാ റിച്ച്. എങ്ങനെ അൾട്രാ റിച്ച് എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അൾട്രാ റിച്ച് എന്നൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്നോട് ഇതൊന്നും തോന്നണ്ട, 5000 തന്നെ വന്നിട്ടില്ല, അല്ലെങ്കിൽ 10,000 തന്നെ വന്നിട്ടില്ല, ഒരു 20,000 തന്നെ വന്നിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇന്ന് എന്ത് എന്നുള്ളതിന് ഒരു പ്രസക്തിയുമില്ല. നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ പോയിന്റ്സുകളിലൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങൾ ഇതിനൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രാഫ് ഉയരും, നിങ്ങളുടെ ടീം വളരും. ഇതിങ്ങനെ പോയി 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 നമുക്ക് നാളെ ഭാവിയിൽ, അത് ചിലപ്പോൾ 2 കൊല്ലം കഴിയും, ചിലപ്പോൾ 3 കൊല്ലം കഴിയും, ചിലപ്പോൾ 4 എനിവേ, നിങ്ങൾക്കൊരു ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വരുമാനം വാങ്ങി ജീവിക്കുന്ന ആളാകും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാകും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു വളർച്ച നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകും. ആൻസർ പ്ലീസ് എന്ന് കണ്ടു. എന്താണ് ചോദ്യം? ചോദ്യം കണ്ടില്ലല്ലോ. 10ാമത്തെ ചോദ്യത്തിനാണോ? എന്തിന്? 10ാമത്തെ ആൻസർ. പിന്നെ ക്ലിയർ ആയില്ല. 10ാമത്തെ ചോദ്യം. 10ാമത്തെ ഉത്തരം ക്ലിയർ ആയില്ലാന്നോ? ഒരു മിനിറ്റ്. പാർട്ടിസിപ്പേറ്റ് അല്ലേ? ഒറ്റ മിനിറ്റ്. പറയൂ, എന്താണ് 10ാമത്തെ ചോദ്യം ക്ലിയർ ആയില്ലാന്നോ? ബി കോഡ്മാൻ ബിസിനസിന്റെ അതൊന്ന് പറയാനില്ലേ, ഒന്നുകൂടി പറയാം. ബി കോഡറിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ പിന്നെ ഞാനിപ്പോ അത് എനിക്ക് ഇവിടെ കാണിച്ചു തരാം. ESBI എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, റോബോട്ടിക് കിയോസാക്കിയുടെ. നമ്മളെ ഒരുവിധം മീറ്റിങ്ങിലൊക്കെ നമ്മളെ എന്താ പറയാ, BOT PBC എന്ന് പറയുന്ന പ്രോഗ്രാമിലൊക്കെ കാണാൻ നിങ്ങൾക്ക് ESBI എന്ന് പറയുന്ന 4 കള്ളിയാക്കിയിട്ടുണ്ടാവും. ലോക ജനങ്ങളെ 4 കോളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് റോബോട്ടിക് കിയോസാക്കി. 4 കോളം. അതിൽ ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിൽ ഇ എന്ന് പറഞ്ഞാൽ എംപ്ലോയി, തൊഴിലാളി. ഇ എന്ന് പറഞ്ഞാൽ എംപ്ലോയി, അതായത് തൊഴിലാളി. എസ് എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയി, ES. അപ്പൊ ഇവിടെ ES ഇവിടെ കഴിഞ്ഞു. ഈ ലെഫ്റ്റ് സൈഡിൽ ES കഴിഞ്ഞു. സെൽഫ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ സ്വയം ജോലി ചെയ്യുന്ന, അതായത് എന്റേതായിട്ടുള്ള പണി. ഒരു ചിലപ്പോൾ അക്കൗണ്ടന്റ് നമുക്ക് ESBIയിൽ പെടുത്താം, അല്ല അക്കൗണ്ടന്റിൽ പെടുത്താൻ പറ്റില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, ഒരു ആശാരി, ഡോക്ടർ, എഞ്ചിനീയർ, ഇവരൊക്കെ ഈ ഇതിൽ പെടും. ഒരു ചെറുകിട കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഈ പറയുന്ന എന്താ പറയാ ESൽ വിടും. എസ്സിൽ ഇട്ടാ. ഇനി ബി, വലതുഭാഗത്തുള്ള സ്ഥലം, വലതുഭാഗത്ത് BI. ബി എന്ന് പറഞ്ഞാൽ ബിസിനസ്, I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ്. BI. അപ്പൊ ESBI എന്ന് പറഞ്ഞ സംഭവം റോബോട്ടിക് കിയോസാക്കിയുടെ, ഞാൻ അതിന് പ്രിപ്പയർ ആയില്ല, നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടി, അതിന്റെ പോസ്റ്റർ ഇട്ട് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് യെസ് അതന്നെ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ അദ്രമ സർ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കൂ. കണ്ടങ്ങള് പിന്നെ ലോക ജനങ്ങളെ 4 ആക്കിയിട്ട് വിഭജിച്ചിരിക്കുകയാണ്. ഒന്ന് എംപ്ലോയി, മറ്റൊന്ന് സെൽഫ് എംപ്ലോയി. ആക്റ്റീവ് ഇൻകം, ഇവർ 2 പേരും ആക്റ്റീവ് ഇൻകക്കാരാണ്. ഇനി മറ്റേത് പാസീവ് ഇൻകക്കാരാണ് വലതുഭാഗത്ത്. ആരൊക്കെയാണ്? ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റേഴ്സും. അപ്പൊ ഇതിലെ ഈ ബിസിനസ് ഓണർ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടല്ലോ, അവിടെയാണ് ബി ക്വാഡ്രന്റ് നമ്മൾ പറയാം. ബി ക്വാഡ്രന്റ് ബിസിനസ്, ഈ ബിസിനസ് ഓണർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നു ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ചെയ്യുന്നതോട്. ഇതിലേക്ക് മാറണമെങ്കിൽ വലിയ ഇൻവെസ്റ്റ് ചെയ്തപ്പോ MA യൂസുഫലി അല്ലെങ്കിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഈ ഒരു ബി ക്വാഡ്രന്റ് ബിസിനസ്സിലുള്ളത്. അവരില്ലെങ്കിലും ആ ബിസിനസ് റൺ ചെയ്തോളും. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് റോബോട്ടിക് കിയോസാക്കി പറഞ്ഞതാ. റോബോട്ടിക് കിയോസാക്കി പറഞ്ഞതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ 21ാം നൂറ്റാണ്ടിലെ ബിസിനസ് ആണെന്ന് പറഞ്ഞ 3-4 ആളുകളെ ഞാൻ സാന്ദർഭികമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന് റോബോട്ടിക് കിയോസാക്കി പറഞ്ഞു 21th സെഞ്ചുറി ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിനു വേണ്ടി തന്നെ അദ്ദേഹം ഒരു പിന്നെ ബുക്ക് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തത് നമ്മുടെ ബിൽഗേറ്റ്സ് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. ബിൽഗേറ്റ്സ് വേൾഡ് എന്താ പറയാ പണക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ഇനി ഞാനൊരു സ്റ്റാർട്ടിങ് മുതൽ ഞാനൊരു എന്താ പറയാ എന്റെ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ, ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരിക്കും ചെയ്യുക എന്ന് ബിൽഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. 3, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഓൾറെഡി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 4, ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ 21ാം നൂറ്റാണ്ടിലെ ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്.
സ്ത്രീകൾക്കും യുവാക്കൾക്കും നല്ല രീതിയിൽ വരുമാനം വാങ്ങിയെടുക്കാൻ സാധിക്കുന്ന ഒരു 21ാം നൂറ്റാണ്ടിലെ ഒരു ബിസിനസ് അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? APJ അബ്ദുൽ കലാം സർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രമാത്രം ഒരു വലിയ ഡെപ്തും വിടുത്തുമുള്ള ഒരു മേഖലയാണിത്. സത്യത്തിൽ നമ്മൾ അതിലേക്ക് മനസ്സിലാക്കാൻ എത്തുന്നേ ഉള്ളൂ. നമുക്കറിയാലോ, നമ്മുടെ ഗവൺമെന്റ്, നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അതിനെ ഡീറ്റെയിൽ ചെയ്യാം. എനിവേ, നമ്മളിപ്പോ ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് തന്നെ പോവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ബി ക്വാഡ്രന്റ് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ബി ക്വാഡ്രന്റ് ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നതോടുകൂടി. നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. അതിന്റെ അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞത് അൾട്രാ റിച്ച് ആയിട്ട് നമുക്ക് വളരാൻ സാധിക്കുന്നു. ഇന്ന് വരെ നമ്മൾ കാണാത്ത നമ്മുടെ ജീവിതം, ഒരിക്കലും അങ്ങനെ ഒരു ലൈഫൊന്നും ഞാൻ ജീവിക്കുമെന്ന് സ്വപ്നം കാണാത്ത, നമ്മൾ ചിന്തിക്കാത്ത ഒരു ജീവിതം നമുക്ക് പടുത്തുയർത്താൻ നമ്മളുടെ കഴിവ് കൊണ്ടല്ല, അതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ കൊണ്ട് സാധ്യമാണ്. ഈ മേഖലയിൽ അത് സാധ്യമാണ്. കാരണം നമ്മുടെ ടീം ഡെവലപ്പ് ആയാൽ മതി. ടീമിൽ ഈ ഇത്തരത്തിലുള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കുറെ ആളുകൾ കടന്നു വന്നാൽ മതി. അങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇഷ്ടംപോണം ആളുകൾ അവരുടെ ഡെവലപ്മെന്റ് കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടോ അവരുടെ മഹിമ കൊണ്ടോ ഒന്നല്ല ഇവിടെ ഡെവലപ്പ് ആയത്. പക്ഷെ അവരുടെ ടീമിലേക്ക് ഒരു പറ്റം ആളുകൾ കടന്നു വരുന്നു, ആ സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, വീണ്ടും മറ്റൊരു സിസ്റ്റം വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വലിയ ടീം നമ്മുടെ കൂടെ വരാനുള്ള അവസരം ഇവിടെ ഉണ്ടാകുന്നു. അത് ഈ മേഖലയുടെ പ്രത്യേകതയാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തു വിചാരിക്കുന്നു. അടുത്ത 12ാമത്തെ കാര്യം, സ്കില്ല് ഇല്ലെങ്കിൽ പോലും തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് ഒരുപാട് സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ ഇവിടെ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സ്കില്ലൊന്നുമില്ല, ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാനുള്ള സ്കില്ലില്ല, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കൊടുക്കാനുള്ള സ്കില്ലില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് സ്കില്ലില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, ഇങ്ങനെ അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ സാധനങ്ങളൊന്നും നിലവിൽ അതൊന്നും ഇല്ലെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ഒരു ചെലവും ഇല്ലാതെ നമ്മുടെ ഈ ലീഡേഴ്സിന്റെ ഒക്കെ കൂടെ കൂടി, ഈ സിസ്റ്റത്തിന്റെ ഒക്കെ കൂടെ കൂടി, ഈ ടീമിന്റെ ഒക്കെ കൂടെ കൂടി കണ്ട് ഇതിങ്ങനെ മെല്ലെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഫ്രീ ആയിട്ട് നമുക്ക് സാധിക്കുന്നു. ഇത് എവിടെ സാധിക്കാം? നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ അങ്ങനെ ഒരു സാധ്യത നമുക്കുള്ളത്? എവിടെന്നെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അവിടെയാണ് ഈ മേഖലയുടെ സാധ്യത നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു പോയിന്റ്. നമ്മൾ എത്രാമത്തെ പോയിന്റ് എഴുതണമെന്ന് പറഞ്ഞാണി? നിങ്ങൾ എല്ലാവരും എഴുതണം നോക്കട്ടെ. എത്രാമത്തെ പോയിന്റ് എഴുതണത്? 12 കഴിഞ്ഞു. യെസ്, വെരി ഗുഡ്. 13ാമത്തെ. ഓക്കെ, താങ്ക് യു. 13ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല്, നിങ്ങളുടെ തലവര മോശമായാലും നിങ്ങളുടെ കൂടെ വരുന്നവരുടെ തലവര ഉഷാറായാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെയല്ല നമ്മൾ ഇങ്ങനെ പറയല്, എന്റെ തലവര മോശമാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പറയല്ലോ. നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും അങ്ങോട്ട് ഇതൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ കൂടെ വരുന്ന ആളുകളുടെ തലവര ഉഷാറായാൽ, അല്ലെങ്കിൽ അവരൊന്ന് ഉഷാറായാൽ പോലും നമ്മളുടെ തലവര മാറി മറിയുന്ന അവസരമായിട്ട് ഇത് മാറുന്നു. അപ്പൊ നമ്മൾക്ക് എന്ത് എന്നുള്ളതല്ല, കൂടെ വന്നവർക്ക് ഉഷാറായാലും നമ്മൾ രക്ഷപ്പെടും. ഇതാണ് ഈ ഒരു മേഖലയുടെ മറ്റൊരു പ്രത്യേകത. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ വേറെ ഏതൊരു മേഖലയെ പോലെയല്ല, ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾ എല്ലാവരും ഈക്വലാണ്. ഒരുപോലെയാണ്. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടുന്ന? ഡെപ്തിൽ നിന്നാണ്. എല്ലാവരും ഡെപ്തിൽ നിന്ന് സ്റ്റാർട്ടിങ് എവിടുന്ന്? ബോട്ടം ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്തതാണ്, ജിഷാദ് സാർ അങ്ങനെ ചെയ്തതാണ്, അബ്ദുറഹ്മാൻ സാർ അങ്ങനെ ചെയ്തതാണ്, സമീറ മാഡം അങ്ങനെ ചെയ്യുന്നത്, ഇവിടെ ഫാത്തിമ ബി മാഡം ചെയ്യുന്നു. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. എവിടുന്നാണ്? സ്റ്റാർട്ടിങ് മുതൽ പർച്ചേസ് ചെയ്ത് നമ്മൾ ടീം ആളുകൾ കൊടുത്തു, ഇങ്ങനെ കൊണ്ടുവരാണ്. വേറെ പല മേഖലകളിലും എങ്ങനെയാണ്? നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ചിലപ്പോൾ നമുക്ക് വേറൊരു ഉദ്യോഗം കിട്ടും, അതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് അടുത്ത ഒരു പോസ്റ്റ് ആക്കി നമുക്ക് ലഭിക്കുക, ഇല്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും ഈക്വലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം, ഈക്വലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ബോട്ടം ലെവലിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു, അല്ലെ? എല്ലാവരും ഇവിടെ ആർക്കും എന്താണ് പ്രത്യേകിച്ചും മാറ്റില്ല, എല്ലാവർക്കും ഒരേ പ്ലാനാണ്. എല്ലാവർക്കും ആദ്യം എന്താ പറയുക, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പവർ ഓഫ് 4 വരുന്നു, പവർ ഓഫ് 4 കഴിഞ്ഞാൽ ഡയറക്ടർ ആവുന്നു, അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നമ്മൾ റെഡിയാക്കുന്നു, നമ്മൾ അടുത്ത ക്രൈറ്റീരിയയിലേക്ക് പോകുന്നു, സീനിയർ ഡയറക്ടർ ആവുന്നു, എക്സിക്യൂട്ടീവ് ആവുന്നു, SCD ആവുന്നു, പ്ലാറ്റിനം ആവുന്നു, ഈ രീതിയിൽ കൊണ്ടുപോകും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞതാ സോഷ്യൽ സർവീസ് ആയിട്ട് നമുക്ക് മോഡീകരണം മാറ്റിയെടുക്കാം. സോഷ്യൽ സർവീസ്, അല്ലെ?
മോഡിക്കെയർ ഇസ് എ നോബിൾ ബിസിനസ് നമ്മൾ പലപ്പോഴും കേട്ടു. കാരണം ഒരു ദൈവികമായ ബിസിനസ്സാണ്. കാരണം എന്താണ്? കുറെ ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ നമ്മളൊരു കാരണക്കാരനായി മാറും. ശരിയാണോ? കുറേ ആളുകളെ രക്ഷപ്പെടുത്താൻ നമ്മളൊരു കാരണക്കാരനായി മാറുന്നില്ലേ ഈ ഒരു ബിസിനസ്സിന്റെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതൊരു സോഷ്യൽ സർവീസ് ആയിട്ട് നമുക്ക് ഇതിനെടുക്കാൻ കഴിയും. നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു പക്ഷേ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഇതിനൊന്നും സാധ്യമാവണമെന്നില്ല. എത്ര പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ കഴിയും? എത്ര പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? അപ്പൊ ഇത് ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ട്. 15ാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ. ഇനി 16ാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നമ്മളുടെ പേഴ്സണാലിറ്റി ഇന്നലെ വരെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എൻ്റെ സ്വഭാവം പോലും മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നമ്മുടെ സ്വഭാവം പോലും മാറ്റിമറിക്കും. നമ്മുടെ പേഴ്സണാലിറ്റി ഇന്നലെ എങ്ങനെയെന്നുള്ളതല്ല, അതിനെ മാറ്റിമറിക്കാൻ അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ഇവിടെ സാധ്യമാണ്. ₹1 പോലും കൊടുക്കാതെ മുമ്പൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിലൊക്കെ പൈസ കൊടുത്തിട്ട് കയറിയവരാരെങ്കിലും ഉണ്ടാവും. പ്രോഗ്രാമിലൊക്കെ കയറിയ ആൾക്കാർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ മോഡിക്കെയറിലേക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി 17ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാധനം അതായത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു, പണം ഉണ്ടാക്കുന്നു. ഉൽപ്പന്നം ഉപയോഗിക്കുന്നു, പണം ഉണ്ടാക്കുന്നു. ഉൽപ്പന്നം ഉപയോഗിക്കുന്നു, പണം ഉണ്ടാക്കുന്നു. അല്ലെ? സാധനം ഉപയോഗിക്കുന്നതിലൂടെ നമുക്കൊരു എന്താ പറയാ സമ്പത്ത് സംരക്ഷിക്കാൻ അവസരം ഉണ്ടാവുന്നു. ഒരു 40 വയസ്സായ ഒരു വ്യക്തിയാണെങ്കിൽ 40 കൊല്ലമായിട്ട് ഇത്രയും കാലം ഏതെല്ലാം ഷോപ്പുകളിൽ നിന്നും എവിടെ നിന്നെല്ലാം സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, പക്ഷെ ഇന്ന് വരെ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നമുക്കതിന് സാധ്യമാണ്. 18ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 100% വൈറ്റ് മണിയാണ്. ഒരു കള്ളപ്പണം ഇവിടെ ഇല്ല അല്ലേ? ഒരു കള്ളപ്പണം നമുക്ക് ഇവിടെ ഇല്ല. ഫുള്ള് വൈറ്റ് മണി നമുക്ക് 100% നമുക്ക് ലഭിക്കുന്നു. 100% വൈറ്റ് മണി, ബ്ലാക്ക് മണി ഇവിടെ ലഭിക്കില്ല അല്ലേ? ഇനി അടുത്ത ഒരു കാര്യം, 19ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോം ബേസ്ഡ് വർക്കാണ്. അതായത് വീട്ടിലിരുന്നു കൊണ്ടും ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ വല്ല പാൻഡമിക് സിറ്റുവേഷൻ വന്നാലും, കൊറോണ പോലെയുള്ള വല്ല പാൻഡമിക് സിറ്റുവേഷൻ വന്നാലും നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നു അല്ലേ? പക്ഷെ വേറെ ഏതെങ്കിലും ഒരു ജോലിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ നമ്മളൊരു പക്ഷേ ജോലി ഉണ്ടാവില്ല, ഷോപ്പ് പൂട്ടിയിട്ടു, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഹോം ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നാൽ നഷ്ടങ്ങളൊന്നും നമുക്ക് സഹിക്കാനില്ല. നമ്മുടെ വീട്ടിൽ നിന്നിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുള്ള വിഷയം കാരണം നമുക്കറിയാം, നിത്യോപയോഗ സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഏത് പാൻഡമിക് സിറ്റുവേഷൻ വന്നാലും പിന്നെ ഭക്ഷണം ഉണ്ടാക്കാതിരിക്കാൻ കഴിയൂല, വീട് ക്ലീൻ ചെയ്യാതിരിക്കാൻ കഴിയൂല. ഇതൊക്കെ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. അതിലൂടെ ഒരു നെറ്റ്വർക്ക് നമുക്ക് കൃത്യമായിട്ട് എന്നൊന്നും ഒരുപോലെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ തെളിവാണ് കഴിഞ്ഞ കൊറോണ സമയത്ത് മോഡിക്കെയറിനെ സംബന്ധിച്ചിടത്തോളം മോഡിക്കെയറിന്റെ അന്ന് കൊറോണ സമയത്ത് മറ്റ് സമയങ്ങളിൽ അതിന്റെ മുമ്പ് സമയത്ത് കിട്ടിയതിനേക്കാൾ വരുമാനമായിരുന്നു അന്ന് കൊറോണ സമയത്ത് മോഡിക്കെയർ ചെയ്തിരുന്ന ആളുകൾക്ക് കിട്ടിയിരുന്നത്. കാരണം എന്താണ്? ബിസിനസ് അതേ സമയത്ത് തന്നെ റൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഏതൊരു സിറ്റുവേഷനെയും നമുക്ക് ഇതിവിടെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നു. 20ാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവസരം ഒരിക്കലും നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകുന്നില്ല. അവസരം ഇല്ലാതായി പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കപ്പെടുന്നില്ല. ഒരു ജോലിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ ഒഴിവാക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ ടെക്നോളജിയുടെ പിന്നെ എന്താ പറയാ കുത്തൊഴുക്കിൽ ചിലപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടാം. ടെക്നോളജിയുടെ കുത്തൊഴുക്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെടാം. ഇവിടെ നമ്മളെ ഒരു കാരണവശാലും നമ്മളെ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ പിരിച്ചുവിടുന്നില്ല. ഇനി 21ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ടു ജനറേഷൻ. നമ്മുടെ തലമുറകളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. തലമുറകളിലേക്ക് ഇത് കൈമാറി നമ്മളിപ്പോൾ ഇന്ന് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ നോമിനി എന്ത് ചെയ്യുന്നു? ഈ ബിസിനസ് ഓണറായിട്ട് മാറുന്നു. പിന്നെ അവരുടെ കാലശേഷം അവരുടെ നോമിനി ബിസിനസ് ഓണറായിട്ട് മാറുന്നു. നോക്കൂ നിങ്ങൾ, ഇന്നും എത്രയോ മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടെ വീട്ടിലേക്ക് ഇന്നും മോഡിക്കെയറിന്റെ വരുമാനം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദ ട്രാൻസ്ഫർ ടു ജനറേഷൻസ് നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. 22ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂത്ത് എംപവർമെന്റ് ആയിട്ടും വുമൺ എംപവർമെന്റ് ആയിട്ടും ഇത് മുന്നോട്ട് പോകുന്നു. അതായത് ഇത്രയും വലിയ രീതിയിൽ യുവാക്കൾക്ക് ഒരു നല്ലൊരു അവസരവും സ്ത്രീകൾക്കൊരു സ്ത്രീ ശാക്തീകരണമായിട്ടും ഇത് എന്ത് ചെയ്യുന്നു? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മുന്നിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇത് വലിയൊരു അവസരമാണ് നൽകുന്നത്.
അപ്പൊ യൂത്ത് എംപവർമെന്റ് ആൻഡ് വുമൺ എംപവർമെന്റ് ആയിട്ട് ഇത് മാറുന്നു. മറ്റൊന്ന് ബി എ പാർട്ട് ഓഫ് ഇന്ത്യൻ എക്കോണമി, അതായത് നമ്മളൊരു എന്താ പറയാ ഇൻകം ടാക്സ് പെയർ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര കാലമായി നമ്മൾ ജീവിക്കുന്നു, ഇന്ന് വരെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മളുടെ എന്താ പറയാ നമുക്കൊരു ടാക്സ് പെയർ ആവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതോടുകൂടി വളരെ എന്താ പറയാ സുതാര്യമായി വൈറ്റ് മണി സമ്പാദിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അവരുടെ എക്കോണമിയിൽ നമുക്കൊരു പങ്ക് വഹിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട. അപ്പൊ 23 പോയിന്റ്സ് ആണ് നമ്മൾ വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ചോദ്യത്തിന് മുന്നിൽ നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് വൈ ഇൻ ഇന്ത്യ. അടുത്തത് നിങ്ങളൊരു ഹെഡിങ് ചെയ്ത വൈ ഇൻ ഇന്ത്യ. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഈ ബിസിനസ്സിന് ഒരു വളക്കൂറുള്ള മണ്ണാണ്, എന്തുകൊണ്ട് ഈ ബിസിനസ് ഇന്ത്യയിൽ ഇനി തഴച്ചു വളരാൻ പോകുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുക, വൈ ഇൻ ഇന്ത്യ അടുത്ത ഹെഡിങ് ആണ്. അപ്പൊ വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾക്ക് പരിപൂർണമായി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ആ ഒരു നോട്ട്സിലൂടെ ആ പോയിന്റ്സിലൂടെ നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾക്ക് എന്ന് നോക്കിയാലും നിങ്ങൾക്ക് ഒന്ന് പോയാൽ പോലും നിങ്ങൾക്ക് ഈ മീറ്റിംഗിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും. ആ രീതിയിലേക്ക് നിങ്ങൾക്കത് മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈ ഇൻ ഇന്ത്യ, എന്തുകൊണ്ട് ഇന്ത്യയിൽ? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ജനസംഖ്യ കൊണ്ട് ഒരു വലിയ എന്താ പറയുക, ലോകത്തിൽ മുമ്പ് ചൈനയായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യമാണ്. അപ്പൊ ഈ ജനങ്ങളുടെ പോപ്പുലേഷൻ, ജനങ്ങളുടെ എന്താ പറയാ ബാഹുല്യം ഈ ബിസിനസ്സിന് വലിയ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റും. കാരണം അത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. മറ്റ് രണ്ടാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും യുവാക്കളുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. കാരണം യുവാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? യൂത്തിലാണ് ശരിക്കും രാജ്യത്തിന്റെ ഭാവി കിടക്കുന്നത്, അല്ലെ? യുവാക്കളിലാണ് ഒരു രാജ്യത്തിന്റെ ഭാവി കിടക്കുന്നത്. മാത്രമല്ല യുവാക്കൾക്ക് സ്വപ്നങ്ങളുണ്ട്, അല്ലെ? യുവാക്കൾക്ക് ഫ്രീഡം വേണം, അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, അവരത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ യുവാക്കളുള്ള ഒരു രാജ്യമായ, ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമായ നമ്മുടെ രാജ്യത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു വലിയ വളക്കൂറുള്ള മണ്ണാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അത് കാരണം അത് നമുക്ക് വരുന്നുണ്ട് അടുത്ത ഭാഗം. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ചും ആൻഡ്രോയിഡ്, iOS പോലെയുള്ള നമ്മുടെ എന്താ പറയാ പിന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ കൂടുതൽ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആ ഒരു രീതിയിലേക്ക് ആൻഡ്രോയിഡും iOSും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മോഡി കെയർ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ശരിക്കും എന്താ പറയുക, നമ്മൾ ആളുകളിലേക്ക് എത്തുന്നത് പലപ്പോഴും നമ്മൾ ഓൺലൈൻ വഴിയാണ്. നമ്മൾ ഈ ബിസിനസ്സിനെ കാണുന്നത് പലപ്പോഴും ഓൺലൈൻ വഴിയാണ്. ഈ ബിസിനസ്സിനെ പഠിക്കുന്നതും ഈ ബിസിനസ് ചെയ്യുന്നതും ആളുകളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ നമ്മൾ ഓൺലൈൻ വഴിയാണ്. അതുകൊണ്ട് തന്നെ സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, മറ്റു രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നമുക്കറിയാം, നമ്മൾ മോറൽ വാല്യൂസിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെ? മോറൽ വാല്യൂസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. മോഡി കെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു റിലേഷൻഷിപ്പ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം ആയതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിന് ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ രാജ്യം. മനസ്സിലായുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച്, നമ്മൾ അമേരിക്കയോ ലണ്ടനോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളോ അപേക്ഷിച്ച് മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ വല്യമ്മമാർക്കോ വല്യപ്പന്മാർക്കോ അല്ലെങ്കിൽ ഒരു വലിയ റിലേഷൻഷിപ്പിനൊന്നും വലിയ പ്രാധാന്യമൊന്നും അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുടുംബ സംഗമങ്ങളും നമ്മൾ വലിയ പരിപാടികളും നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ബന്ധങ്ങൾക്കും അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ബന്ധങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു ബിസിനസ്സിന് വലിയ രീതിയിലുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എഴുതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മറ്റൊരു അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, MLM-ന്റെ എല്ലാ അഡ്വാൻറ്റേജസും എല്ലാവിധ ഗുണങ്ങളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുന്നുള്ള ഉറപ്പാണ്. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു, അതിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. പലപ്പോഴും ഇതൊരു വെറും സമ്പത്തുണ്ടാക്കുന്ന ഒരു മേഖല എന്ന രീതിയിലാണ് പല രാജ്യത്തും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മുന്നോട്ട് പോണത്. വെറും സമ്പത്തുണ്ടാക്കുക, പണം ഉണ്ടാക്കുക എന്നുള്ള. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ മേഖലയുടെ എല്ലാ ഗുണങ്ങളും, അതായത് ഇതൊരു ദൈവിക ബിസിനസ് ആണെന്ന് നമ്മൾ പറഞ്ഞു,
ആ രീതിയിൽ, കാരണം ഒരുപാട് ആളുകളെ വിജയിപ്പിക്കുക, ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് സ്പർശിക്കാൻ സാധിക്കുന്ന ഒരു അവസരം നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. ആളുകളുടെ ജീവിതത്തിൽ സ്പർശിക്കാൻ സാധിക്കുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ ഒരു കൾച്ചർ ആ കൾച്ചറിനനുസരിച്ചുള്ള ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മേഖലയുടെ എല്ലാ അഡ്വാൻറ്റേജസും ഉപയോഗിക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തിന് മാറാൻ സാധിക്കും. നമ്മുടെ രാജ്യം ആ രീതിയിലാണ് ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളതും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതും. വെറും പണത്തിനും അപ്പുറം എന്നുള്ളത് മനസ്സിലാക്കണം. വെറും പണത്തിനും അപ്പുറം മറ്റൊരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് മുഴുവനും ഇവിടുന്ന് ഈ രാജ്യത്ത് അത് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. ആറാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 കോടി മാത്രം പോപ്പുലേഷൻ ഉള്ള മലേഷ്യ. ഞാനൊരു ഉദാഹരണം, നിങ്ങൾ ഇപ്പൊ ഇതണ്ട, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതാ. 3 കോടി മാത്രം ജനസംഖ്യയുള്ള മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏകദേശം 100 കണക്കിന് കമ്പനികൾ 60ഓളം വർഷമായിട്ട് അവിടെ റൺ ചെയ്യുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. മലേഷ്യയിൽ എത്ര കോടി ജനങ്ങൾ? 3 കോടി ജനം. നമ്മുടെ കേരളത്തിലുണ്ട് 3.5 കോടി ജനം. കേരളത്തിലുണ്ട് 3.5 കോടി ജനം. നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യ 140 സംതിങ് കോടിയാണ്. 140 സംതിങ് കോടിയാണ്. വെറും 3 കോടിയുള്ള മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് 60 വർഷങ്ങളോളമായി ഈ മേഖല 100 കണക്കിന് കമ്പനികളുള്ള ഒരു മേഖലയായി ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥക്ക് വലിയ സംഭാവന നൽകുന്ന ഒരു മേഖലയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എത്രമാത്രം സ്കോപ്പ് ഉണ്ടെന്ന് ചിന്തിക്കാൻ ഇനി ഞാൻ കൂടുതൽ ആ വിഷയമായിട്ട് പറയേണ്ടതുണ്ടാവില്ല. കാരണം അത്രമാത്രം ഈ എത്രയോ കമ്പനികൾ നമ്മുടെ രാജ്യത്ത് ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള പഠനങ്ങളാണ്, എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പല കമ്പനികളും പല തരത്തിലുള്ള പല വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു വിസ്ഫോടനമായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ, കാരണം നമ്മുടെ രാജ്യത്തിന്റെ പോപ്പുലേഷൻ, നമ്മുടെ രാജ്യത്തിന്റെ കൾച്ചർ, നമ്മുടെ രാജ്യത്തിന്റെ ഈ സിസ്റ്റം മുഴുവനും നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വലിയ രീതിയിൽ ഈ രാജ്യം കൈയടക്കാൻ പോവുകയാണ്. കാരണം നമ്മുടെ APJ അബ്ദുൽ കലാം സാർ എന്നോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 21ാം നൂറ്റാണ്ടിന്റെ സ്ത്രീകൾക്കും യുവാക്കൾക്കും വലിയ രീതിയിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു മേഖലയായിരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത് തെളിഞ്ഞു വരുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 7ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2018 നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇവിടെ കുറെ മണി ചെയിൻ തട്ടിപ്പ് കമ്പനികൾ ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ മലേഷ്യയുടെ കഥക്കെ 10-60 വർഷത്തെ പാരമ്പര്യം വിളിച്ചോതുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകെ വിളിച്ചോതാണുള്ളത് 10-30 വർഷത്തെ പാരമ്പര്യം. 29 വർഷം 1996 ഈ മേഖല ഒന്നിട്ട് പിച്ച വെച്ച് വരുന്നത് പോലും 1996. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ടും 96 അങ്ങനെ വന്നു എന്നിട്ടും ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടോ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ലീഗലായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശരിക്കും ഇല്ലായിരുന്നു. എന്താ പറയുക, ഒരു കുത്തൊഴിഞ്ഞ ഒരു സംഭവമായിരുന്നു. എന്നാൽ പിന്നീട് ഈ 2018 നമ്മുടെ ശരിക്കും എന്ത് ചെയ്തു, കേന്ദ്ര ഗവൺമെന്റും 2016 18 കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ ഒരു എന്താ പറയാ കൃത്യമായ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. പിന്നീട് നമ്മുടെ കേരളത്തില് നമ്മുടെ തിലോത്തമൻ മിനിസ്റ്റർ, നമ്മുടെ അന്നത്തെ ഭക്ഷ്യവിഭവ വകുപ്പ് മന്ത്രിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം തിലോത്തമൻ മിനിസ്റ്റർ ആണ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനോട് കൂടെ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്തത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനോട് കൂടി ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെ എന്ത് ചെയ്തു, സംയോജിപ്പിക്കുകയാണ് നമ്മുടെ കേരളം ചെയ്തത്. അത് ഈ ബിസിനസ്സിലെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കാൽവെച്ചു. ഇനി പിന്നീട് സംഭവിച്ചത് 2023 IDSA, ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ, അതായത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷന്റെ WFDSA വേണമെങ്കിൽ എഴുതി വെക്കാം, WFDSA വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷന്റെ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ഓർഗനൈസേഷനെ ഈ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷനിൽ അംഗത്വമുള്ളൂ. അതാണ് IDSA. ഈ IDSAയുടെ സമ്മേളനം കേരളത്തിൽ 2023 നടന്നു. അന്ന് ഒരു കേരളത്തിന്റെ മിനിസ്റ്ററാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഈ രീതിയിലേക്ക് അത് പത്രമാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പിന്നെ കൊണ്ടാടപ്പെട്ട ഒരു സമയമാണ്. അതൊന്ന് 2025 ഫെബ്രുവരി 19 കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് മോണിറ്ററിംഗ് മെക്കാനിസം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവന്നു. കൂടാതെ ഒരു വെബ്സൈറ്റ് ഈ ഒരു ബിസിനസിനെ കൂടുതൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാനും
ഇതിലെ കള്ള നാണയങ്ങളെ തിരിച്ചറിയാനും ജെന്യൂനായ കമ്പനികളെ തിരിച്ചറിയാനും വേണ്ടിയൊക്കെ കൃത്യമായ ഒരു മോണിറ്ററിംഗ് മെക്കാനിസവും ഒരു പുതിയ വെബ്സൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്തു. അത് ഇന്ന് കേരളവും നമ്മുടെ രാജ്യവും കണ്ടതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യത്തെ ഒരു സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസത്തിന് ചുവട് പിടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ഇതിനുള്ള സ്പേസ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോരോ ദിവസം ഡേ ടു ഡേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത 8ാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിക്കി ആൻഡ് KPMG പോലെയുള്ള ഓർഗനൈസേഷൻ വേൾഡ് ലെവലിൽ തന്നെ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും നമ്മുടെ രാജ്യത്തെ ബഹുമുഖ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള അഡ്വൈസ് നൽകുന്ന 2 ഓർഗനൈസേഷൻസ് ആണ് ഫിക്കി ആൻഡ് KPMG. ഇവരുടെ പ്രഡിക്ഷൻ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം 6-8 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് തോന്നുന്നത്. അവരുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ റെവല്യൂഷൻ സംഭവിക്കാൻ പോവുകയാണെന്നാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ 2025 നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ റെവല്യൂഷൻ സംഭവിക്കാൻ പോകുകയാണ് എന്നുള്ള അവരുടെ ആ ഒരു പ്രഡിക്ഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയുടെ ഈ രാജ്യത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിക്കി, KPMG, IDS, റാസി, സെൻട്രൽ ഗവൺമെന്റ് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മേഖലയ്ക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും അതിന്റെ സർട്ടിഫിക്കറ്റ് ഓണർ കൂടിയാണ് ഞാൻ എന്നുള്ളത് എനിക്ക് അഭിമാനപുരസ്സരം എനിക്ക് സംസാരിക്കാൻ കഴിയും. പറഞ്ഞു വരുന്നത് ഈ ഗവൺമെന്റ്, ഫിക്കി, KPMG, റാസി, IDS ഇവരെ ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് ഈ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, ഈ മേഖലയുടെ യഥാർത്ഥ ജെന്യൂനായ കമ്പനികളെയും ജെന്യൂനായ പ്രവർത്തകരെയും തിരിച്ചറിയുന്നതിന് വേണ്ടി അവർക്കൊരു കോഴ്സ് തയ്യാറാക്കുകയും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ മേഖലയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ സർട്ടിഫിക്കറ്റ് ഓണറാണ് ഞാൻ എന്നുള്ളത് എനിക്ക് സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മേഖലയെ സെറ്റാക്കുന്നതിന് വേണ്ടി എത്രമാത്രം സ്റ്റെപ്പുകളാണ് നമ്മുടെ ഗവൺമെന്റുകൾ നൂതനമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നെക്സ്റ്റ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ്, നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റീസും വ്യത്യസ്തമായ കോഴ്സുകൾ ഈ മേഖലയ്ക്ക് വേണ്ടി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, MLM, ഡയറക്റ്റ് സെല്ലിംഗ് ഈ മേഖലയുടെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ കോഴ്സുകളാക്കിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. കോഴ്സുകളും അതോടുകൂടി വ്യത്യസ്ത സബ്ജക്റ്റുകളും ഈ മേഖലയ്ക്ക് വേണ്ടി, ഈ മേഖലയുടെ വളർച്ച ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ തുടക്കമാണ്. അറിവുകളാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം, നിങ്ങൾ ഇത് തിരിച്ചറിയണം. ഇനി അടുത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മാറുകയാണ്. അടുത്തത് വേൾഡ് സാമ്പത്തിക വ്യവസ്ഥ പറയുന്ന അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ പറയുന്നത് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്രിക്സ് ഉച്ചകോടി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ബ്രിക്സ് എന്ന് പറയുന്ന ബ്രിക്സ് രാജ്യങ്ങളായിരിക്കും ഇനി ലോകം ഭരിക്കാൻ പോകുന്നത്. ബ്രിക്സ് രാജ്യങ്ങളായിരിക്കും ഇനി ലോകം ഭരിക്കാൻ. ബ്രിക്സ് രാജ്യം എന്ന് പറഞ്ഞാൽ ബ്രസീൽ, B ഫോർ ബ്രസീൽ, പിന്നെ R ഫോർ റഷ്യ, I ഫോർ ഇന്ത്യ, C ഫോർ ചൈന, S ഫോർ സൗത്ത് ആഫ്രിക്ക. ഈ പറയുന്ന 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈന, ഇന്ത്യ, റഷ്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ബ്രിക്സ്. ഈ ബ്രിക്സ് രാജ്യങ്ങളായിരിക്കും ലോകത്തെ ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ലോകം പറയുന്നതാണ്. ലോകത്തിന്റെ സമ്പത്ത് ഇവരിലൂടെയാണ് ഇനി ലോകം പോകാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്ന പ്രഡിക്ഷൻ അല്ല, അളന്നു മുറിച്ചുള്ള പ്രഡിക്ഷൻ ആണ്. ഇവിടൊക്കെ നമ്മുടെ രാജ്യം കുതിക്കാൻ പോകുമ്പോ, ഈ മേഖല കുതിക്കാൻ പോകുമ്പോ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എവിടെ നിൽക്കണം, നമ്മൾ ഇതിനെ എങ്ങനെ ഏറ്റെടുക്കണം. ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയുന്നു. ഞാനൊരു പ്രഡിക്ഷൻ പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ഞാനൊരു വെല്ലുവിളിയോട് കൂടി പറയാണ്. ഈ ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ് ഈ രാജ്യത്തൊരു സംസ്കാരമായി മാറും എന്നുള്ളതാണ്. നിങ്ങൾ എഴുതി വെച്ചവാണെങ്കിൽ ഇത് ഞാൻ വെല്ലുവിളിക്കാണ്. വെറും ബിസിനസ് അല്ല, ഇതൊരു സംസ്കാരമായി ഈ ഇന്ത്യൻ മണ്ണിൽ മാറും എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചോ. ഒരുപക്ഷെ ഇന്ന് ഈ ബിസിനസ്സിനെ ഇട്ടെറിയുന്നവരുണ്ടാവും, ഈ ബിസിനസ്സിൽ നിന്ന് മാറിപ്പോകുന്നവരുണ്ടാവും, ഗ്രൂപ്പുകളിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോകുന്നവരുണ്ടാവും,
ഇന്ന് എനിക്കൊന്നും കിട്ടുന്നില്ലെന്ന് പറയുന്നവരുണ്ടാവും, പർച്ചേസ് ചെയ്യാൻ പൈസ ഇല്ലെന്ന് പറയുന്നവരുണ്ടാവും, പലതും പറയുന്നുണ്ടാവും. പക്ഷെ ഭാവിയിൽ ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന, ഇന്ത്യയില് എങ്ങോട്ടാ പറയാൻ പോകുന്നത്, ഇന്ത്യയുടെ സംസ്കാരത്തെ, ഇതൊരു സംസ്കാരമായി മാറാൻ പോകുന്ന ഒരു അവസരമായിട്ട് ഇത് മാറുമെന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇത് ഷാവുൽ റഹ്മാന്റെ വാക്കാണ്. വേറെ പിന്നെ എന്താ പറയാ, ഏതെങ്കിലും IDSCയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുടെ വാക്കല്ല. നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളാം, തള്ളണമെങ്കിൽ തള്ളാം. വെറുതെ പറയുന്നതല്ല, പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വൈ വിത്ത് മോഡി കെയർ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇവിടെ പഠിച്ചു വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ വൈ ഇൻ ഇന്ത്യ എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈ വിത്ത് മോഡി കെയർ. സമയം എനിക്കറിയാം കുറച്ച് നീണ്ടിട്ടുണ്ട് അല്ലെ, കുറച്ചൊന്നല്ല, നല്ല നീണ്ട ഇല്ല, 1 മണിക്കൂറായിട്ടുള്ളൂ അല്ലെ. ഒരു 10 മിനിറ്റ് കൂടി നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈ വിത്ത് മോഡി കെയർ എന്ന് പറയാം. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഇതിന്റെ റെക്കോർഡ് വീഡിയോ ഉണ്ട്, നമുക്ക് പറ്റുമെങ്കിൽ കിട്ടുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ എനിക്കത് ഇടാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം, നിങ്ങളുടെ പ്രോസ്പെക്റ്റിന് അയച്ചു കൊടുക്കാം, ടീമിന് അയച്ചു കൊടുക്കാം. മനസ്സിലാക്കുക, ഈ മേഖല അത്രമാത്രം വലിയ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തിന് ഇഷ്ടം പോലെ കമ്പനികൾ നമ്മുടെ രാജ്യത്തുണ്ട്, ദെൻ വൈ വിത്ത് മോഡി കെയർ? നമ്മൾ അത് മനസ്സിലാക്കണം. ഒരുപാട് കമ്പനി ഉണ്ട് ഇന്ത്യയിൽ. ഓക്കെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓക്കെ, അങ്ങനെ അത് ചെയ്താൽ പോരെ, ഇത് ചെയ്താൽ പോരെ? നോ, വൈ വിത്ത് മോഡി കെയർ ചെയ്യണം. അതിനെന്താ കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഈ ഇന്ത്യൻ മാർക്കറ്റിൽ മോഡി കെയറിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇല്ല. നമുക്ക് ആൺകുട്ടികളെ പോലെ തല ഉയർത്തി കണ്ണുരുട്ടി നമുക്ക് വേണമെങ്കിൽ ആരുടെ മുന്നിൽ നമുക്ക് പറയാൻ കഴിയും, ഇന്ന് എന്റെ കമ്പനിയാണ് ഇന്ത്യയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനി. അപ്പൊ ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് മോഡി കെയറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഏകദേശം 29 വർഷത്തെ 30ാമത്തെ വർഷത്തിലേക്കാണ് പോകുന്നത്. 29 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാര്യം, 1900 ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയുന്നത്, എന്തിന് മോഡി കെയർ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1993 60,000 കോടി ടേൺ ഓവർ ആയിരുന്നു മോഡി എന്റർപ്രൈസസിന്. 1993 60,000 കോടി ടേൺ ഓവർ ആയിരുന്നെങ്കിൽ 2000 ഏകദേശം 2000 എത്തുന്നപ്പോ മോഡി എന്റർപ്രൈസസിന്റെ സമ്പത്ത് 75,000 കോടിയുടെ ടേൺ ഓവർ ആയിട്ട് മാറി. 75,000 കോടി ടേൺ ഓവർ. അങ്ങനെ ഒരു കമ്പനിയുടെ ഭാഗമാണ് നമ്മൾ. ഈ മോഡി എന്റർപ്രൈസസിന്റെ ടേൺ ഓവർ ആണ് ഞാൻ സംസാരിച്ചത്. ഇനി അതിലേക്ക് ഏകദേശം 2000 കോടി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അതായത് മോഡി എന്റർപ്രൈസസിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ കാല് വെച്ചിട്ടുള്ള കമ്പനിയാണ് മോഡി കെയർ. ഈ മോഡി കെയർ 2000 കോടി ടേൺ ഓവർ ആണ് ഈ എന്റർപ്രൈസസിലേക്ക് സംഭാവന ചെയ്യുന്നത്. 2000 കോടി ടേൺ ഓവർ. ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ കമ്പനി മോഡി കെയർ എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ മോഡി എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ഫാമിലിയുടെ 3ാം തലമുറയുടെ ബിസിനസ്സാണ്. 3ാം തലമുറയുടെ ബിസിനസ്സാ. നമ്മൾ പലപ്പോഴും പല ബിസിനസ്സിനെ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് തലമുറ, 1ാം തലമുറ, അല്ലെങ്കിൽ ഇല്ലേ, നമ്മൾ ഇവിടെ 3 തലമുറകളായിട്ട് ഈ ബിസിനസ് ഇങ്ങനെ കൈമാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ 3ാമത്തെ തലമുറ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് 4ാമത്തെ തലമുറയിലേക്കും പോകും, ഇത് 5ാമത്തെ തലമുറയിലേക്കും പോകും, ഇത് 6ാമത്തെ തലമുറയിലേക്കും പോകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇതിന്റെ സിസ്റ്റം ഇവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിന് തെളിവാണ് 3ാം തലമുറയാണ് ഇന്ന് മോഡി എന്റർപ്രൈസസിനെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കമ്പനിയുടെ പാരമ്പര്യമാണ് സുഹൃത്തുക്കളെ. നമുക്ക് ആലോചിക്കും, നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ കുട്ടികൾക്ക് കല്യാണം നോക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ നോക്കുക, നമ്മൾ അവരുടെ തറവാടിത്തം നോക്കും. തറവാടിത്തം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അത് നല്ല അത്യാവശ്യം തറവാടുള്ളതാ. മറ്റേത് പലപ്പോഴും നമുക്ക് തറവാട് കാണാൻ കഴിയൂല, അതിന്റെ അപ്പുറത്തേക്ക് വാപ്പാന്റെ ഉമ്മാന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഫാമിലിയെ കണ്ടെത്താൻ കഴിയൂല. അപ്പൊ അതുപോലെ ഞാൻ പറയുന്ന അങ്ങനെയുള്ള ഒരു സാധനമല്ല. ഇത് 3rd ജനറേഷൻ ആണ് ഇന്ന് ഈ ബിസിനസിനെ കൊണ്ടുപോകുന്നത്, മനസ്സിലാക്കണം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി കൊണ്ടുപോകുന്ന, ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ജോലി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് മോഡി എന്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനി, മനസ്സിലാക്കണം. മാത്രമല്ല റായ് ബഹദൂർ ഗുജർമാൽ മോഡി, ഈ 3ാമത്തെ തലമുറ, അതായത് നമ്മുടെ സാമിർ മോഡിയുടെ മുത്തച്ഛൻ റായ് ബഹദൂർ ഗുജർമാൽ മോഡി ഏകദേശം 400 രൂപ അന്നത്തെ 1933 വെറും 400 രൂപ എന്ന് നമുക്കിപ്പോ പറയാം. അന്നത്തെ 400 എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വില വരും. അന്നത്തെ 400 രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പഞ്ചസാര ഫാക്ടറിയിലൂടെ സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി 27ഓളം വ്യത്യസ്തമായ ഇൻഡസ്ട്രികൾ
ഏകദേശം 120ഓളം രാജ്യത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മോഡി എന്റർപ്രൈസ്. നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇന്നോ ഇന്നലെ എവിടെന്നെങ്കിലും മുളച്ചു പൊന്തി ഇന്നലെ വന്ന ഒരു കമ്പനിയിലാണ് ഞാനും നിങ്ങളും അസോസിയേറ്റ് ചെയ്തതെന്ന് ഞങ്ങൾ ചിന്തിക്കരുത്. ഈ കമ്പനിയുടെ അടിത്തറ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ കൂടെയാണ് ഞാൻ നിൽക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കെ മോഡി എന്ന് പറയുന്ന ഒരു വിഷനറി, അതായത് സാമിർ മോഡിയുടെ നേരെ അച്ഛൻ, സാമിർ മോഡിയുടെ അച്ഛൻ മാത്രമല്ല, ഈ റായ് ബഹദൂർ ഗുജർമാൽ മോഡി പത്മഭൂഷൺ അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്. നമ്മുടെ രാജ്യം ആദരിച്ചിട്ടുള്ള വ്യക്തിയാണ്. എത്ര പേരെ നിങ്ങൾക്ക് അറിയും പത്മഭൂഷൺ അവാർഡ് കൊടുത്തിട്ടുള്ള? പത്മഭൂഷൺ അവാർഡ് വാങ്ങിയ എത്ര പേരെ നമുക്ക് കാണാൻ കഴിയും? അവിടെയാണ് ഈ മോഡി എന്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇന്നത്തെ തലമുറയുടെ അന്നത്തെ തലമുറ മുത്തച്ഛനായിട്ടുള്ള റായ് ബഹദൂർ ഗുജർമാൽ മോഡിക്ക് പത്മഭൂഷൺ അവാർഡ് കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യം ആദരിച്ച വ്യക്തിയാണ്. ഏകദേശം 90 വർഷമായിട്ട് ഈ മോഡി എന്റർപ്രൈസ് എന്ന് പറയുന്ന ഈ കമ്പനി ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ഒരു 4ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പറയുമ്പോൾ കമ്പനിയുടെ ക്രെഡിബിലിറ്റി തന്നെ, നമ്മളിപ്പോ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ്. കമ്പനിയുടെ വിശ്വാസ്യത അത്രമാത്രം പ്രധാനമാണ്, അല്ലെ? നമുക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ച് ജിഷാദ് ബക്കർ സാർ കഴിഞ്ഞ പ്രോഗ്രാമിലും അതിന്റെ മുമ്പത്തെ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ കമ്പനി ഒരു എന്താ പറയാ ഒരു വാക്ക് ഉപയോഗിച്ചു, പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? പിന്നെ എന്താ പറയാ ഒരു ഫീലിംഗ് നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് ഞാൻ നോക്കട്ടെ, ഇനി എന്റെ ഇതിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. കാരണം അങ്ങനെ ഒരു കമ്പനിയാണെന്ന് പെട്ടെന്ന് ഒരു എന്താ പറയാ എന്തെങ്കിലും ആയിട്ട് എങ്ങനെയെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിനപ്പുറം ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ആളുകളെ തിരിച്ചറിഞ്ഞ്, ആളുകളുടെ ഇഷ്യൂസുകൾ മനസ്സിലാക്കി എടുക്കുന്ന ഒരു കമ്പനിയായ ചെയർമാനാണ് നമ്മുടെ കമ്പനി എന്നുള്ളത്. അപ്പം കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. 5ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എംപ്ലോയി ഫ്രണ്ട്ലി കമ്പനിയാണ് മോഡി കെയർ. എംപ്ലോയി ഫ്രണ്ട്ലി കമ്പനി. എംപ്ലോയി ഫ്രണ്ട്ലി കമ്പനി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, ഇവിടെ 10 വർഷവും 15 വർഷവും 20 വർഷവുമായിട്ടുള്ള എംപ്ലോയീസ് ഇന്നും ഈ കമ്പനിയുടെ ഭാഗമാണ്. ഇന്നും മോഡി കെയറിൽ ചെയ്യുന്ന പല കമ്പനിയുടെയും ഭാഗമാണ്. നമ്മുടെ ജോമേസർ നമുക്ക് പ്രൊഡക്റ്റ് ട്രെയിനിങ് തരുന്ന ജോമേസർ ആംവേയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. ആംവേയിൽ നിന്ന് വന്ന വ്യക്തിയാണ്, ഇന്ന് വർഷങ്ങളായിട്ട് നമ്മുടെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ റിജിൽ സാറ്, പളനിയപ്പൻ സാറ്, JSF ജിനി സാറൊക്കെ ഏകദേശം 10-13 വർഷമായി എന്താ പറയാ ഈ മേഖലയിൽ മോഡി കെയറിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന എന്താ പറയാ വർഷങ്ങൾ ഈ കമ്പനിയുടെ എംപ്ലോയീസ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എംപ്ലോയി ഫ്രണ്ട്ലി കമ്പനിയാണ് മോഡി എന്റർപ്രൈസസ് അല്ലെങ്കിൽ മോഡി കെയർ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊന്ന്, പിന്നെ നമ്മുടെ കമ്പനിയുടെ ഒരു ലക്ഷ്യം കൂടി ഞാൻ പറയാം. കമ്പനിയുടെ ചെയർമാൻ പറഞ്ഞാണ് ഫോർച്യൂൺ 500 കമ്പനിയിൽ ഉൾപ്പെടണം എന്നതാണ് നമ്മുടെ കമ്പനിയുടെ ഡ്രീം. എന്താ ഫോർച്യൂൺ 500 എന്ന് പറഞ്ഞാൽ? ലോകത്തിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 500 കമ്പനികളുടെ പേരിൽ മോഡി കെയർ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെയർമാനാണ് നമ്മുടെ ചെയർമാൻ. അപ്പൊ നമ്മൾ ആ കമ്പനിയുടെ ഡ്രീം നിങ്ങൾ നോക്കണം. ആ ഡ്രീമിലേക്ക് സഞ്ചരിക്കുന്ന കമ്പനിയിൽ കയറിയിരുന്നാൽ പോലും നമ്മൾ എവിടെ എത്തും നമ്മൾ ആലോചിക്കണം. അതിൽ കയറിയിരുന്നാൽ പോലും നമ്മൾ എവിടെ എത്തും നമ്മൾ ആലോചിക്കണം. വെറുതെ കയറുന്നോണ്ട് കാര്യം, വേറെ കാര്യം സാന്ദർഭികം നമ്മൾ കാര്യം മനസ്സിലാക്കുന്നുണ്ടാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെ എന്താ പറയാ ഒന്ന്. ഇനി മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 20-25 വർഷമായിട്ടുള്ള ലീഡേഴ്സ് ഇന്നും ഈ കമ്പനിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. അതും ചെറിയ കാര്യമില്ല. 20 വർഷവും 25 വർഷമായിട്ടുള്ള ലീഡേഴ്സ് ഇന്നും ഈ കമ്പനിയുടെ ഭാഗമാണ്. ഇന്നും മരണപ്പെട്ടു പോയ പല ലീഡേഴ്സിന്റെയും ഫാമിലിക്ക് ഇന്നും വരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും അത് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് മോഡി കെയർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു പക്ഷേ വേറെ ഒരു കമ്പനിയും ചെയ്യാത്ത കാര്യമാണ് 100% മണി ബാക്ക് ഗ്യാരണ്ടി. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് 25% വരെ ഉപയോഗിക്കാമെന്ന് ഓരോ പ്രൊഡക്റ്റുമിലും ഐ പേഴ്സണലി ഗ്യാരണ്ടി ഫുൾ റീഫണ്ട് ഓഫ് യുവർ മണി ഇഫ് യു ആർ നോട്ട് 100% സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് എഴുതി ഒപ്പിട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് മോഡി കെയർ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു കമ്പനി നമുക്ക് ഇന്ന് കാണാൻ പറ്റൂല. അവിടെ മോഡി കെയർ വ്യത്യസ്തമായി നിൽക്കുന്നത്. നമ്മൾ ശരിക്കും നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ കേൾക്കണം ഈ കാര്യങ്ങളൊക്കെ. കാരണം അങ്ങനെ വൈ വിത്ത് മോഡി കെയർ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുമിലും എഴുതി ഒപ്പിട്ടുണ്ട് 100% മണി ബാക്ക് ഗ്യാരണ്ടി. മറ്റൊന്നാണ് ഡൗൺ ടു ഡസ്റ്റ് പ്രോഡക്ട്സ്, അതായത് പ്രഭാതം മുതൽ പ്രദോഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള അനേകം പ്രൊഡക്ട്സുകൾ സമ്മാനിക്കുന്നു. ഇന്ന് ഇന്ത്യയിലുള്ള മറ്റു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുക ചിലപ്പോൾ വെൽനസ് പ്രോഡക്റ്റുകൾ മാത്രമായിരിക്കും, ചിലപ്പോൾ സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ മാത്രമായിരിക്കും, ചിലപ്പോൾ വെൽനസും സ്കിൻ കെയറും മാത്രമായിരിക്കും, ചിലപ്പം നമ്മുടെ പാത്രങ്ങളായിട്ടുള്ള
പാത്രങ്ങൾ മാത്രമുള്ള കമ്പനികളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നാമമാത്രമായ ചില പ്രൊഡക്ട്സുകൾ മാത്രമുള്ള കമ്പനികളായിരിക്കും. എന്നാൽ മോഡി കെയറിൽ 10-16ഓളം വ്യത്യസ്തമായ കാറ്റഗറിയിൽ സ്കിൻ കെയറും വെൽനെസ്സും ഹോം കെയറും എന്താ പറയാ ഫുഡ് ആൻഡ് ബീവറേജും ഇങ്ങനെ വരുന്ന ഒരുപാട് പ്രൊഡക്ട്സുകൾ നമുക്ക്, അതായത് പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മുടെ വീട്ടുകാർക്കും വ്യക്തിപരമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അനേകം പ്രൊഡക്റ്റുകൾ നൽകുന്ന ഒരു കമ്പനിയാണ് മോഡി കെയർ. ഇങ്ങനെ ഒരു പക്ഷേ ഇത്രയും കാറ്റഗറിയിൽ ഇത്രയും കൂടുതൽ പ്രൊഡക്ട്സുകൾ നൽകുന്ന ഒരു കമ്പനിയും ഇന്നൊരു പക്ഷേ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവൂല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, കമ്പനിയുടെ ഒരു കസ്റ്റമർക്ക് പോലും, ശരിക്കും ശ്രദ്ധിക്കണം, കമ്പനിയുടെ ഒരു കസ്റ്റമർക്ക് പോലും 6 തരം ബെനിഫിറ്റ്സ് നമ്മുടെ കമ്പനി നൽകുന്നുണ്ട്. ഇതൊരിക്കലും ഒരു കമ്പനിയും ഒരു കസ്റ്റമർക്ക് ഇങ്ങനെ ബെനിഫിറ്റ്സ് കൊടുക്കുന്ന കമ്പനി കാണാൻ കഴിയില്ല. അവിടെ നമുക്ക് കാണാം റീപർച്ചേസ് ഓഫർ, അവിടെ നിങ്ങൾക്ക് കാണാം 6 മാസം കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്രീ പോർട്ട് ലോയൽറ്റി പ്രൊഡക്റ്റ്, അവിടെ നിങ്ങൾക്ക് കാണാം ലോയൽറ്റി പ്ലസ്, ഏകദേശം 30,000 രൂപക്ക് വരെ മോഡിക്കന്റെ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് മിക്സി, അതുപോലെ തന്നെ എന്താ പറയാ ഫ്രൈ പാൻ, അതുപോലെ തന്നെ എന്താ പറയാ പിന്നെ കുക്കറ്, പിന്നെ ബെഡ്ഷീറ്റ്, ബാഗ്, ഇങ്ങനെ വരുന്ന വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും തികച്ചും ഫ്രീ ആയിട്ട്, അല്ലെ? അപ്പൊ ഈ 6 തരം ബെനിഫിറ്റ്സുകൾ നൽകുന്ന ഒരു കമ്പനിയാണ് മോഡി കെയർ നമ്മൾ മനസ്സിലാക്കുക. ഇനി അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന MRP അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മോഡി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ 40% മുതൽ 50% വരെ ഏകദേശം നമുക്ക് ഡിസ്കൗണ്ടിലാണ് മോഡി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 72% കമ്പനി പേ ഔട്ട് ചെയ്യാണ്. കമ്പനിയുടെ ഓരോരോ മാസത്തെ ബിസിനസ് വോളിയത്തിന്റെയും 72% 12 തരം വരുമാനങ്ങളിലൂടെ. അതിൽ കാർ ഫണ്ട് വരുന്നുണ്ട്, വീട് ഫണ്ട് വരുന്നുണ്ട്, വിദേശയാത്രാ ഫണ്ട് വരുന്നുണ്ട്, നാഷണൽ ട്രാവൽ ഫണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു ഒരുപാട് ബോണസുകൾ, ഇങ്ങനെ തരുന്ന 12 തരം വരുമാനങ്ങൾ നമ്മുടെ കമ്പനി തരുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 ലെഗിലൂടെ കമ്പനിയുടെ മുഴുവൻ അച്ചീവ്മെന്റും മുഴുവൻ എന്താ പറയാ വരുമാനവും നേടിയെടുക്കാനും കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ നമുക്ക് കൈവരിക്കാനും 4 ലെഗിലൂടെ നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, നമ്മുടെ കമ്പനിയുടെ ചെയർമാന്റെ വിഷനാണ്, അദ്ദേഹത്തിന്റെ വിഷനാണ് ആസാദി ടു ഓൾ. അദ്ദേഹം പറയുന്ന വാക്കാണ് ആസാദി ടു ഓൾ. നമ്മൾ നേരത്തെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഡ്രീം പറഞ്ഞു, ഫോർച്യൂൺ 500 കമ്പനി, വേൾഡിലെ ഫോർച്യൂൺ 500 കമ്പനിയിൽ അംഗമാവണമെന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വിഷനാണ് ആസാദി ഫോർ ഓൾ. എല്ലാ ഇന്ത്യക്കാരനും സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങളുടെ കൂടെ 2 സ്റ്റെപ്പോ 3 സ്റ്റെപ്പോ ഒക്കെ ഞാൻ തയ്യാറാണെന്ന് വിളിച്ചു പറയുന്ന ഒരു ചെയർമാൻ നമ്മുടെ കൂടെ ഉള്ളത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വൈ വിത്ത് മോഡി കെയർ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൈ വിത്ത് മോഡി കെയർ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരള ഫ്ലഡ് ടൈം, നമുക്ക് പ്രളയ സമയം, നമ്മളെല്ലാവരും മുൾമുനയിൽ നിന്ന സമയം, കേരളത്തിന്റെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ച സമയത്ത് അന്ന് കേരളത്തിൽ അത്രമാത്രം ബിസിനസ് ഒന്നും കമ്പനിക്ക് കിട്ടുന്നില്ല. എങ്കിൽ പോലും കമ്പനി ചെയർമാൻ നമ്മുടെ പിണറായി വിജയന്റെ കയ്യിലേക്ക് നേരിട്ട് 1 കോടി രൂപ സംഭാവന നൽകിയ 1 കോടി രൂപ ഇന്ന് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയും നൽകാത്തത് മിസ്റ്റർ സാമിർ മോഡി എന്ന് പറയുന്ന വ്യക്തി, അങ്ങനെ ഒരു വിഷണറി ഈ ഗവൺമെന്റിന് വേണ്ടി, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി കേരള മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് 1 കോടി രൂപയുടെ ചെക്ക് കൈമാറിയ കമ്പനിയാണ് മോഡി കെയർ എന്ന് പറയുന്ന കമ്പനി. മനസ്സിലാക്കണം, ഇതൊന്നും ചെറിയ കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫ്ലഡ് സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത്, ആ സമയത്ത് പല സ്ഥലങ്ങളിലെ പല ആളുകൾക്കും കൃത്യമായ വരുമാനം ലഭിക്കാതിരുന്ന, അതായത് വോളിയം കൊണ്ടുവരാൻ സാധിക്കാത്ത സമയത്ത് കഴിഞ്ഞ മാസം എത്രയാണോ വോളിയം വന്നത്, ആ വോളിയത്തിനനുസരിച്ച് വരുമാനം അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത കമ്പനിയാണ് മോഡി കെയർ. നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ പറഞ്ഞത്? അതായത് വോളിയം ഫ്ലഡ് സമയത്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ കമ്പനി മുൻ മാസത്തെ എത്രയാണോ വോളിയം അതിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്പനി നമുക്ക് എന്ത് ചെയ്തു, പിന്നെ വരുമാനം ഇട്ടുകൊടുത്തു. ശരിക്കും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി മാത്രമാണ് UK ലോഞ്ച് ചെയ്തിട്ടുള്ളത്, അത് 1 and only മോഡി കെയർ മാത്രം എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈ വിത്ത് മോഡി കെയർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വൈ ഇൻ ഇന്ത്യ, വൈ വിത്ത് മോഡി കെയർ. ഏകദേശം 1.25 മണിക്കൂർ നമ്മൾ ചെലവഴിച്ചു. കേട്ട ആളുകൾ, പ്രോഗ്രാമിൽ കൃത്യമായി നോട്ട് ചെയ്ത ആളുകൾ, പ്രോഗ്രാമിൽ കേട്ട ആളുകൾ എനിക്കൊന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ വീഡിയോ ഓൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നോക്കുക ആരൊക്കെ ഉണ്ട് എന്നുള്ളത്.
ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. എല്ലാവരും കൃത്യമായി നിങ്ങൾ ഈ നോട്ട് ചെയ്തത് ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും റഫിലൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്തതെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ നിങ്ങൾ മാറ്റി എഴുതണം. കാരണം നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഒഴിവ് സമയത്ത് നിങ്ങൾ പോയി നോക്കുക. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് കൂടുതൽ അറിയണം, പഠിക്കണം, ഒന്നുകൂടി ഇതിനെക്കുറിച്ച് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് അതിലൂടെ വായിച്ചു പോയാൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്കത് കൃത്യമായ ഓരോ സമയങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നിങ്ങളുടെ പ്രോസ്പെക്റ്റിലും നിങ്ങളുടെ ടീമിനൊക്കെ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ ഇത് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും മോഡികെയർ ബിസിനസ്സിലൂടെ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. ഷിയാസ് Thank സാർ you. record Thank you, ചെയ്ത Shivam video sir. ആക്കണേ ഗ്രൂപ്പിലേക്ക്. എന്തും പറഞ്ഞോ? ആ റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ ആക്കണേന്ന്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഞങ്ങളെ കോയമ്പത്തൂർ വരുന്നതൊന്നും എഴുതിയിട്ടില്ല, ഒക്കെ കേട്ടു. നോ പ്രോബ്ലം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു സർ.